നമസ്കാരം. അപ്പോൾ നേരത്തെ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നത് പോലെ ഇന്ന് നമ്മൾ മനനം ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം എന്നാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ആ ആശയത്തിൻ്റെ വിപുലീകരണമാണ് വാസ്തവത്തിൽ ഭജഗോവിന്ദം എന്ന് പറയുന്ന ദ്വാദശ മഞ്ജരി എന്നും കൂടെ അതിന് പറയും. അപ്പോൾ ഈ 12 ശ്ലോകങ്ങൾ, ആദ്യത്തെ 12 ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് ഭഗവത്ഗീതയിലെ അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം എന്ന് പറയുന്നതിൻ്റെ വിപുലീകരണമാണ്. അപ്പം ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അനിത്യം എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ അതിനെ തുടർന്നു വരുന്ന ദുഃഖങ്ങൾ എന്തൊക്കെയാണെന്നാണ് പരിശോധിക്കാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ പ്രശ്നത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ലോകത്ത് സർവ്വസാധാരണമായിരിക്കുന്ന ഒരു പ്രവണതയിലേക്കാണ് ആചാര്യസ്വാമികൾ നമ്മളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ട് ഈശ്വരനെ ഭജിക്കണം, നമ്മൾ എന്തുകൊണ്ട് ഈശ്വരൻ പ്രണിധാനം ചെയ്യണം എന്നതിനുള്ള ഒരു അതിശക്തമായ ഒരു കാരണം ആചാര്യസ്വാമികൾ നമ്മളോട് പറയുന്നു. എന്താണത്? യാവത് വിത്തോപാർജന സക്ത താവത് നിജ പരിവാരോ രക്തഃ പശ്ചാജ്ജീവതി ജർജരദേഹേ വാർത്താം കോപി ന പൃച്ഛതി ഗേഹേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. എന്താണ് പറയുന്നത്? എത്രത്തോളം കാലം ഒരാൾക്ക് ധനമാർജിക്കാനുള്ള കഴിവുണ്ടോ അത്ര കാലം മാത്രമേ നിന്റെ ബന്ധുക്കൾക്ക്, നീ ഉറ്റവരെന്ന് കരുതുന്ന നിന്റെ ബന്ധുക്കൾക്ക് നിന്നോട് താല്പര്യമുണ്ടാകൂ. പിന്നെയോ അതിനുശേഷം ശരീരം ദുർബലമായി തീരുമ്പോൾ, ദുർബലമായ ശരീരത്തോടുകൂടി ജീവിക്കുമ്പോൾ, ജരാനരകൾ ബാധിച്ച് ജീവിക്കുമ്പോൾ സ്വന്തം വീട്ടിൽ ഒരു വാക്ക് ചോദിക്കാൻ പോലും ആരും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഇതാണ് ആചാര്യസ്വാമികൾ നമ്മളോട് സ്നേഹപൂർവ്വം പറയുന്നത്. ശരി, ഇത് വളരെ ശക്തമായിട്ടുള്ള ഒരു വാണിംഗ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്, അല്ലേ? അതിശക്തമായിട്ടുള്ള കാര്യം. നമ്മുടെ ബന്ധുക്കൾക്ക് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ബന്ധങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു, നമ്മൾ പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന ബന്ധങ്ങൾ, അതായത് ജീവിത വിജയത്തിൻ്റെ ഒരു അടയാളം എന്ന് പറയുന്നത് നമ്മളുടെ കോണ്ടാക്ട്സ് ആണ്. നമുക്ക് ഈ ലോകവുമായിട്ടുള്ള ബന്ധം ജീവിത വിജയത്തിൻ്റെ അളവുകോലുകളിൽ ഒന്നാണ്. ആധുനിക കാലത്തായാലും എന്നായാലും നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ. അപ്പോൾ ഇതിനെയെല്ലാം വളരെ നിസ്സാരമായിട്ട് ജീവിത വിജയത്തിൻ്റെ അളവുകോലായിരിക്കുന്ന ഈ ബന്ധങ്ങളെ വളരെ ലാഘവ ബുദ്ധിയോടുകൂടിയാണോ ആചാര്യസ്വാമികൾ ഇവിടെ നിർദാക്ഷിണ്യം തള്ളിക്കളഞ്ഞിരിക്കുന്നത്? അപ്രകാരമൊക്കെ തോന്നാം, അപ്രകാരം തോന്നിയിട്ടുമുണ്ട് പലർക്കും. രണ്ടാമത്തെ ശ്ലോകത്തിൽ ധനാഗമ തൃഷ്ണ വെടിയണം എന്ന് പറഞ്ഞത് ദാരിദ്ര്യത്തെ വരിക്കലാണെന്ന് തെറ്റിദ്ധരിച്ചതുപോലെ തന്നെ ഇവിടെ ബന്ധങ്ങളുടെ നിരർത്ഥകതയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് വിചാരിച്ചു പോയവരുണ്ട്. അവിടെയാണ് നമുക്ക് മനനം ആവശ്യമായി വരേണ്ടത്. ആചാര്യത്തിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കണം നമ്മൾ. ആചാര്യൻ്റെ ഹൃദയത്തോട് ചേർന്നിരുന്നാലേ ആ പറഞ്ഞതിൻ്റെ മുഴുവൻ സാങ്കത്യവും നമുക്ക് മനസ്സിലാവും. എന്താണ് ആചാര്യസ്വാമികൾ ഇതിലൂടെ ഉദ്ദേശിച്ചത്? ആചാര്യസ്വാമികൾ ഒരിക്കലും ബന്ധങ്ങളെ ഇകഴ്ത്താനോ ബന്ധങ്ങളെ നിന്ദിക്കാനോ അല്ല ഇതിവിടെ പറഞ്ഞിരിക്കുന്നത്. ജീവിതത്തിൻ്റെ ആത്യന്തികമായ ചില സത്യങ്ങളെ അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. അവിടെ അദ്ദേഹം ഒരുപക്ഷെ വാക്കുകളുടെ മാർദ്ദവം കുറഞ്ഞു പോയേക്കാം. അദ്ദേഹം ഒരിക്കലും ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കുന്നില്ല, ഇവിടെ നയതന്ത്രപരമായിട്ട് സംസാരിക്കുന്നില്ല. സത്യം നമ്മളെ ഉണർത്തണം, അതിനു വേണ്ടിയിട്ട് ഒരല്പം വേദനിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്.
ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, മന്നം ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ചില ജീവിത സത്യങ്ങൾ നമുക്ക് ഇവിടെ പങ്കുവയ്ക്കാം. ഒന്നാമത്തെ കാര്യം, ഈ ലോകത്തെ ബന്ധങ്ങളെ പരിശോധിക്കുമ്പോൾ ബന്ധങ്ങൾ എന്തല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തല്ല? ബന്ധങ്ങളുടെ അടിസ്ഥാനം എന്താണ്? സ്നേഹം തന്നെയാണ്, സംശയമൊന്നും വേണ്ട. മനുഷ്യൻ സ്നേഹമുള്ള ജീവിയാണ്. ലോകത്തിൽ ഏറ്റവും സ്നേഹിക്കാൻ കഴിവുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ, ഇരുകാലി ജീവിയാണ് മനുഷ്യൻ. അപ്പം നമുക്ക് ഈ ലോകത്തോടുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനം സ്നേഹമാണ്. പക്ഷേ ഈ സ്നേഹമെന്ന് പറയുന്നത് എന്തല്ല? നിരുപാധികമായിട്ടുള്ളൊരു സ്നേഹം ഭൂമിയിൽ എല്ലാ കാലവും നമ്മൾ പ്രതീക്ഷിക്കരുതെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇത്. നിരുപാധികമായി നമ്മളെ ഈ ലോകം സ്നേഹിച്ചുകൊള്ളും. എങ്ങനെ? നമ്മൾ കുട്ടിക്കാലത്ത് അമ്മയുടെ കയ്യിലിരിക്കുമ്പോൾ, കുട്ടിക്കാലത്ത് തൊട്ടിലിൽ കിടക്കുമ്പോൾ, കുട്ടിക്കാലത്ത് മുത്തശ്ശിയുടെ കൈകളിലിരിക്കുമ്പോൾ നമുക്ക് കിട്ടിയിരുന്നത് പോലെ നിരുപാധികമായിട്ടുള്ള സ്നേഹം നമ്മളിലേക്ക് എല്ലാ കാലവും ഒഴുകി വന്നെത്തിക്കൊള്ളും. അതും മനുഷ്യരിൽ നിന്നെത്തിക്കൊള്ളും എന്നുള്ളിടത്താണ് നമുക്ക് തെറ്റുപറ്റുന്നത്. നിരുപാധികമായ സ്നേഹം നമ്മൾക്ക് കിട്ടുന്നുണ്ട്. ഈ പ്രപഞ്ചം സ്നേഹമാണ്, ഈശ്വരൻ സ്നേഹമാണ്. അതെല്ലാ കാലവും നമ്മളോടൊപ്പം ഉണ്ട്. അതുമാത്രമാണ് നിരുപാധികം. കുട്ടിക്കാലത്ത് ജൈവപരമായ കാരണങ്ങളാൽ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയുമൊക്കെ നമ്മളിൽ ചൊരിഞ്ഞത് 4-5 വയസ്സിൽ അപ്രത്യക്ഷമാകും. 5 വയസ്സിനപ്പുറം ലാളന അപ്രത്യക്ഷമാകും. നിരുപാധിക സ്നേഹത്തിൻ്റെ ഒഴുക്ക് നിൽക്കും, അല്ലെങ്കിൽ കുറഞ്ഞു വരും, നീരൊഴുക്ക് കുറഞ്ഞു വരും. പിന്നീട് നമ്മൾ കാണുന്നത് സോപാധിക സ്നേഹം. സ്കൂളിൽ പോകുമ്പോഴും ഒക്കെ നമുക്ക് സോപാധികമായ സ്നേഹമാണ്, അല്ലേ? നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടും. റിവാർഡാണ് പിന്നീട് സ്നേഹം. നമ്മളിടുന്ന എഫർട്ടിനും നമ്മളുടെ റൈറ്റ് ഡൂയിങ്ങിനും റൈറ്റ് തിങ്കിങ്ങിനും റൈറ്റ് ആയിട്ടുള്ള ചിന്തകൾക്കും എല്ലാം നമുക്ക് കിട്ടുന്ന ഒരു റിവാർഡാണ് സ്നേഹം. അപ്പോൾ ഭൂമിയിൽ സ്നേഹം നിലനിൽക്കുന്നത് കേവലമായിട്ടല്ല, അതായത് നിരുപാധികമായിട്ട് മാത്രമല്ല ഭൂമിയിൽ സ്നേഹം നിലനിൽക്കുന്നത്, പിന്നെയോ സോപാധികമായും കൂടിയാണ്. ഇതാണ് ആചാര്യസ്വാമികൾ ഇതിലൂടെ നമുക്ക് പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നത്. നിരുപാധിക സ്നേഹവും സോപാധിക സ്നേഹവും ഒരുമിച്ചാണ് ഒഴുകുന്നത്. നിരുപാധിക സ്നേഹം കൂടുതലും ആശയപരമായി നിലനിൽക്കുമ്പോൾ, വ്യാവഹാരിക തലത്തിൽ പാരമാർത്ഥികമായി നിരുപാധിക സ്നേഹം നിലനിൽക്കുമ്പോൾ, ആത്യന്തികമായി അത് തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ വ്യാവഹാരികമായി നമ്മളുടെ ഡേ ടു ഡേ അഫയേഴ്സിൽ, പ്രാക്ടിക്കലായിട്ടുള്ള ലൈഫിൽ, പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് സോപാധിക സ്നേഹം മസ്റ്റാണ്. അതായത് ഇങ്ങോട്ടുണ്ടെങ്കിലേ അങ്ങോട്ടുള്ളൂ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സ്നേഹബന്ധം നമുക്ക് ഒഴിച്ചുകൂടാനാവില്ല. അച്ഛനും അമ്മയ്ക്കും ഇടയിൽ അതുണ്ട്, അച്ഛനും മക്കൾക്കും ഇടയിൽ അതുണ്ട്, ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ അതുണ്ട്, വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇടയിൽ അതുണ്ട്. എല്ലാം, നിങ്ങൾ ഏത് ബന്ധം എടുത്തോളൂ, സോപാധികമാണത്. മുതിർന്ന ഒരു വ്യക്തി സോപാധികമായ സ്നേഹത്തിലായിരിക്കും എപ്പോഴും, എല്ലായ്പ്പോഴും, അല്ലെങ്കിൽ ആയിരിക്കണം. മനസ്സിലായില്ലേ? നിരുപാധിക സ്നേഹത്തിലല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സോപാധികമായ സ്നേഹത്തിൻ്റെ റൈറ്റ് കണ്ടക്റ്റിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് ഞാനൊരല്പം വിശദീകരണം ആവശ്യമുള്ളത് കൊണ്ട് ഒന്നും കൂടി വിശദീകരിച്ച് പറയാം. ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ അവന് സ്നേഹം അത്യാവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, 5 വയസ്സ് വരെ ലാളന മാത്രമേ അയാൾക്ക് മനസ്സിലാവുകയുള്ളൂ, അല്ലെങ്കിൽ 4 വയസ്സ് വരെ സ്നേഹത്തിൻ്റെ ഭാഷ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതിനുശേഷം മാത്രമേ നിരുപാധിക സ്നേഹത്തിൻ്റെ ഭാഷ അയാൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതിനുശേഷം മാത്രമേ റിവാർഡായിട്ടുള്ള സ്നേഹത്തിൻ്റെ ഭാഷ അയാൾക്ക് മനസ്സിലായി തുടങ്ങുകയുള്ളൂ. തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടും, ശരി ചെയ്താൽ സമ്മാനം കിട്ടും, റിവാർഡ് കിട്ടും എന്ന തരത്തിൽ അയാൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി 5 വയസ്സിന് ശേഷം മാത്രമേ ഡെവലപ്പ് ചെയ്യുള്ളൂ. അതൊരു 10-24 വയസ്സിലേ അത് പൂർണ്ണമായിട്ടും ഡെവലപ്ഡ് ആകുള്ളൂ. അതുവരെ ആ ഡെവലപ്പിംഗ് സ്റ്റേജിലായിരിക്കും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ മറ്റൊരു കേസ് പറയാം. ഒരു കുഞ്ഞ് അതിൻ്റെ അമ്മയിൽ നിന്നാണ്, അല്ലെങ്കിൽ തനിക്ക് ചുറ്റുമുള്ള സ്ത്രീകളിൽ നിന്നാണ് നിരുപാധിക സ്നേഹം സ്വീകരിക്കുന്നത്. ഒരു സംശയവും വേണ്ട. സ്ത്രീകൾ ഇൻട്രിൻസിക്കായി തന്നെ നിരുപാധിക സ്നേഹം കൊടുക്കാൻ കഴിവുള്ളവരാണ്. അതവരുടെ നൈസർഗികതയാണ്. മുത്തശ്ശിയായാലും ചെറിയമ്മയായാലും പേരമ്മയായാലും അമ്മയായാലും ചേച്ചിയായാലും അവർക്ക് നിരുപാധികമായി സ്നേഹിക്കാനുള്ള പൊട്ടൻഷ്യലുണ്ട്. പക്ഷെ പുരുഷൻ്റെ സ്നേഹമോ?
സ്വാഭാവികമാണ്, അത് സ്വാഭാവികവുമാണ്. പുരുഷ ഹോർമോണുകൾ അങ്ങനെയാണ്. അവൻ നയിക്കാനാണ് അവന് പ്രവണത, അവൻ്റെ വാസന. ഒരു നേതാവിന് നിരുപാധികമായി സ്നേഹിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുകയില്ല. നേതാവിനെ സംബന്ധിച്ച് തനിക്ക് മുന്നിലുള്ളവർക്കൊരു പ്രായോഗികമായ മാതൃക കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നേതാവിൻ്റെ സ്നേഹം, പുരുഷൻ്റെ സ്നേഹം എപ്പോഴും എന്തായിരിക്കും? സ്വാഭാവികമായിരിക്കും. ഇത് നമുക്ക് കാലങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ് വന്നതാണ്. അതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു വസ്തുതയുണ്ട്. അമ്മ മാത്രം വരുത്തിയ സിംഗിൾ പേരൻറ്റിങ്, അമ്മ മാത്രം വളർത്തുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രം വളർത്തുന്ന കുട്ടി, നിരുപാധിക സ്നേഹം മാത്രം 5 വയസ്സിന് ശേഷവും ലഭിച്ച് വളരുന്ന കുട്ടി വൈകാരികമായി സമ്പന്നനായിരിക്കും. എന്നാൽ ജീവിതത്തിൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾക്ക് മുമ്പിൽ വളരെ പെട്ടെന്ന് മുട്ടുമടക്കുന്നവനും തളർന്നു പോകുന്നവനും ആയിരിക്കും. ഇത് ശാസ്ത്രജ്ഞന്മാരുടെ നിരീക്ഷണമാണ്. നിരുപാധിക സ്നേഹം ഒരു പ്രത്യേക കാലത്തിന് ശേഷവും തുടർന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് മുത്തശ്ശിമാരാണ് നിരുപാധികമായി സ്നേഹിക്കുന്നത്. അവർക്ക് യാതൊരു ഡിമാൻഡും ഇല്ല. ഒരു ഡിമാൻഡും, ഞാനത് അനുഭവിച്ച ആളാണ്. യാതൊരു ഡിമാൻഡും ഇല്ലാതെ എല്ലാ തെറ്റുകളും പൊറുക്കുന്നത് മുത്തശ്ശിമാരാണ്. അവർ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ആ സ്നേഹത്തിൽ നമ്മൾ അലിഞ്ഞു പോകും. അത് നമ്മളെ വൈകാരികമായി സമ്പന്നമാക്കി. നമുക്ക് സ്നേഹിക്കാനുള്ള കഴിവ്, നമ്മുടെ ഉള്ളിൽ സ്നേഹം അണ കെട്ടി നിർത്തിയിരിക്കുന്നത് പോലെയായിരിക്കും. അപ്പോൾ നമ്മൾ വളരും തോറും ഈ ഒരു സ്നേഹത്തിൻ്റെ അടിസ്ഥാനം നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്നേഹമായി തീരാൻ പറ്റും. അതതിൻ്റെ പോസിറ്റീവ് വശം. പക്ഷെ അതിനൊരു നെഗറ്റീവ് വശമുണ്ട്. പെട്ടെന്ന് ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ അവർ ബോധപൂർവം ശ്രമിച്ചില്ലെങ്കിൽ തളർന്നു വീഴും. അതുണ്ടാവാതിരിക്കണമെങ്കിൽ അച്ഛൻ്റെ സ്നേഹം കൂടി, ഒരു പുരുഷൻ്റെ നയിക്കുന്ന ലീഡറായിട്ടുള്ള ഒരാളുടെ സ്നേഹം കൂടി ഈ കുട്ടി ചെറുപ്പകാലത്തെ പരിശീലിച്ചിരിക്കണം. 5 വയസ്സിൽ തന്നെ ഒരു കുട്ടി അച്ഛൻ്റെ സ്നേഹം കൂടി പരിശീലിച്ചിരിക്കണം. അച്ഛൻ്റെ സ്നേഹം എങ്ങനെയാണ്? നിരുപാധികമാണോ? ഉവ്വ. അച്ഛൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം മുതൽ തന്നെ നമ്മൾ പറയുന്നത് അനുസരിക്കണം. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുക, പല്ല് തേക്കുക, കുളിക്കുക, ഇവിടെ മുതൽ തുടങ്ങും അച്ഛൻ്റെ മോൾഡിങ്, അച്ഛൻ്റെ നമ്മളെ കരുപ്പിടിപ്പിക്കുന്നത്. ഇത് ജീവിതത്തിലെ ഉടനീളം ഇതുണ്ടാവും. നമ്മളൊരു 10-24 വയസ്സാകുന്നത് വരെ അച്ഛൻ ഇതുപോലെ കണ്ടീഷണലായിട്ട്, തുടർന്നും വാസ്തവത്തിൽ കണ്ടീഷണലായിട്ട് നമ്മളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്ക് കരുത്തരാവാതെ പറ്റാത്ത അവസ്ഥ വരും. രാവിലെ എഴുന്നേക്കാൻ വേണ്ടി നമ്മൾ കരുത്താർജിക്കും, പല്ല് തേക്കാൻ വേണ്ടി നമ്മൾ കരുത്താർജിക്കും, കുളിക്കാൻ വേണ്ടി കരുത്താർജിക്കും. അപ്പോൾ സ്വാഭാവിക സ്നേഹം നമ്മളെ എന്ത് ചെയ്യുന്നു? കരുത്തരാക്കുന്നു. നിരുപാധിക സ്നേഹം നമ്മളെ വൈകാരികമായി സമ്പന്നരാക്കുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും റൈറ്റ് പ്രൊപ്പോർഷനാണ് നമുക്ക് വേണ്ടത്. ഒരു മനുഷ്യൻ്റെ സമീകൃതമായ വളർച്ചയ്ക്ക് ഈ 2 സ്നേഹവും ഒരേപോലെ ആവശ്യമുണ്ട്. പക്ഷെ നിരുപാധിക സ്നേഹം മാത്രമാണെങ്കിൽ അയാൾ തളർന്നു പോകുന്നു. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ പറയുന്നത് സ്നേഹം കണ്ടീഷണലാണ്. നിങ്ങൾ കാശ് ധനം ആർജിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് സ്നേഹം ലഭിക്കുന്നു, തുടർന്ന് അങ്ങോട്ടുള്ള കാലം നിങ്ങൾക്ക് പ്രാധാന്യം നഷ്ടമാകുന്നു എന്ന് പറയുമ്പോൾ ആചാര്യസ്വാമികൾ പറയുന്നത് ഈ ലോകത്തെ സ്നേഹം നിലനിൽക്കുന്നത് സ്വാഭാവികമായിട്ടാണ്. അതുകൊണ്ട് എന്ത് വേണം എന്നാണ് പറയുന്നത്? നമ്മൾ അമിതമായ പ്രതീക്ഷ വച്ചു പുലർത്തരുതെന്നാണ് ഇതിൻ്റെ താല്പര്യം. നമ്മൾ അങ്ങോട്ട് എന്തൊക്കെ ചെയ്താലും എല്ലാ കാലവും നമ്മുടെ ബന്ധുക്കൾ നമ്മളെ സ്നേഹിച്ചോളും എന്നൊക്കെയുള്ള നിഷ്കളങ്കമായ ചില ആഗ്രഹങ്ങളില്ലേ നമുക്ക്? വളരെ ശുദ്ധമായിട്ടുള്ള ചില ആഗ്രഹങ്ങളില്ലേ? ഞാൻ അന്ന് ചെയ്തതിനെ പ്രതി അവൻ ഇന്നും നന്ദിയുള്ളവനായിരിക്കും, സ്മരണയുള്ളവനായിരിക്കും, അതുകൊണ്ട് എനിക്കൊരാവശ്യം വരുമ്പോൾ തിരിച്ച് അത് ചെയ്യുന്നവനായിരിക്കും എന്നൊക്കെയുള്ള അമിത പ്രതീക്ഷ വേണ്ട എന്നതാണ് ഇതിൻ്റെ താല്പര്യം. നിങ്ങൾക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അവിടെ മാത്രമായിരിക്കണം നമ്മളുടെ പ്രത്യാശകളുടെ നിക്ഷേപം എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. പ്രകൃതിയിൽ പോലും ആചാര്യസ്വാമികൾ പറയുന്നത് നിരുപാധിക സ്നേഹം ഇല്ല എന്നാണ്. പ്രകൃതി പോലും നമ്മളോട് ക്ഷോഭിക്കും. എങ്ങനെ? നമ്മൾ പ്രകൃതിയോട് തെറ്റായ രീതിയിലാണ് ഇടപെടുന്നതെങ്കിൽ പ്രകൃതിയും ക്ഷോഭിക്കും. വെള്ളപ്പൊക്കത്തിലൂടെയും മണ്ണൊലിപ്പിലൂടെയും ഭൂകമ്പത്തിലൂടെയും അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെയും ഒക്കെ മനുഷ്യൻ്റെ തെറ്റുകളെ പ്രകൃതി ശിക്ഷിക്കാറില്ലേ? ഏതൊരു പ്രകൃതി ദുരന്തത്തിൻ്റെ പുറകിലും, പ്രത്യേകിച്ച് ആധുനിക കാലത്തെ ഏതൊരു പ്രകൃതി ദുരന്തത്തിൻ്റെ പുറകിലും മനുഷ്യൻ്റെ
ഏതെങ്കിലുമൊക്കെ തെറ്റായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവും. ഇപ്പോൾ വയനാട്ടിൽ തന്നെ നടന്ന മണ്ണിടിച്ചിലിന് കാരണങ്ങളൊക്കെ ഉണ്ട്. അത് വെറുതെ ഉണ്ടായതൊന്നുമല്ല. അതിൻ്റെ എത്രയോ ചുറ്റളവുകളിൽ ഒരുപാട് ക്വാറികൾ ഉണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, അതൊക്കെ വേറെ വിഷയമാണ്. പക്ഷെ ഞാൻ പറയുന്നത്, പ്രകൃതിയിൽ പോലും നിരുപാധിക സ്നേഹമില്ല, സ്വാഭാവികമായ സ്നേഹമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മളെ കരുത്തരാക്കാൻ വേണ്ടി പറയുകയാണ്. നായമാത്മാ ബലഹീനേന ലഭ്യതേ എന്നാണ് പറയുന്നത്. ബലഹീനന്മാർക്കുള്ളതല്ല ജീവിതം, ബലഹീനന്മാർക്കുള്ളതല്ല ആത്മാവ്. ആത്മാവ് കരുത്തന്മാർക്കുള്ളതാണ്. ബലം അത് മാത്രമാണ് നമുക്കുള്ളത്. നമ്മൾ കൂടുതൽ കരുത്തരാവണം, പിടിച്ചു നിൽക്കണം. പ്രതിസന്ധികൾ വരുന്നത് അതിനു വേണ്ടിയിട്ടാണ്, മറ്റൊന്നിനും വേണ്ടിയിട്ടുള്ള. ഇപ്പം ഇവിടെ നമ്മുടെ പരമാചാര്യനാണ് ഈ പറയുന്നത് അല്ലേ. അതുകൊണ്ട് നമ്മൾ കരുത്തരായിട്ടിരിക്കുക. ഇത് ഇനി മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. ഇവിടെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് എന്തിനുള്ള ലൈസൻസ് കിട്ടിയെന്ന് ആരും വിചാരിക്കരുത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആചാര്യസ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, ധനമുള്ളതുവരെ മാത്രമേ ഒരാൾക്ക് ബഹുമാനം കിട്ടുകയുള്ളൂ. ധനാർജന ശേഷി കഴിഞ്ഞ് ശരീരം ജീർണിച്ച് കഴിയുന്ന ഒരു വൃദ്ധാവസ്ഥയിൽ അദ്ദേഹത്തെ നമുക്ക് അവഗണിക്കാം എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ആചാര്യസ്വാമികൾ ഭജഗോവിന്ദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ മാതാപിതാക്കളെയും എനിക്ക് നോക്കാൻ സാധിക്കാത്തവരെയും വൃദ്ധരായവരെയൊക്കെ എനിക്ക് അഗതി മന്ദിരങ്ങളിൽ കൊണ്ട് ഉപേക്ഷിക്കാം. അതിൽ പ്രത്യേകിച്ച് മനസ്താപത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് നമ്മുടെ സംസ്കാരത്തിൽ ഉള്ളതാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചാൽ അത് അപകടകരമാണ്. ആചാര്യസ്വാമികൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾക്കത് ചെയ്യാനുള്ള ലൈസൻസ് അല്ല തന്നത്. മറിച്ചോ, നാം പ്രതീക്ഷിച്ചിരിക്കണം. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന ഒരാൾ ആ പ്രതീക്ഷയ്ക്കത്ത് ഉയരാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് അയാളോട് വിദ്വേഷം ജനിക്കും. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളിൽ അമിത പ്രതീക്ഷ ഉണ്ടാവാതിരിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ, നിങ്ങളുടെ ബന്ധുജനങ്ങളിൽ, നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യരിൽ അമിത പ്രതീക്ഷകളൊന്നും വേണ്ട. എല്ലാവരും പരിമിതിയുള്ള മനുഷ്യരാണ്. അതുകൊണ്ട് അമിത പ്രതീക്ഷ വെടിഞ്ഞ് ഈശ്വരൻ എന്ന് പറയുന്ന ആ ഉറച്ച പാറമേൽ നീ നിന്റെ ഭവനം പണിയൂ എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. ഇവിടെ നമ്മൾ നേരെ തിരിച്ച് അങ്ങോട്ട് അത് പ്രയോഗിക്കരുത്. നമ്മുടെ സംസ്കാരത്തിൽ വാസ്തവത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ധനാർജന ശേഷി കഴിഞ്ഞാൽ, ശരീരം ജർജരമായി കഴിഞ്ഞാൽ ആ മനുഷ്യനെ നമുക്ക് ഒരു സ്വന്തം വീട്ടിൽ പോലും ഉപേക്ഷിക്കപ്പെടേണ്ടവനാണെന്ന് നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, മറിച്ചാണ് പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു ഗൃഹസ്ഥന്, ഒരു മനുഷ്യന് 5 ഋണങ്ങളുണ്ട്, 5 കടങ്ങളുണ്ട്. അറിയോ? നമ്മൾ ജനിച്ച് വീഴുന്ന ഒരു മനുഷ്യന് 5 കടങ്ങളുമായിട്ടാണ് ജനിച്ച് വീഴുന്നത്. എന്തൊക്കെയാണ് ആ കടങ്ങൾ? കടം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? കേരളത്തിൽ ജനിച്ച് വീഴുന്ന ഒരാളുടെ കടം എത്രയാണ്? അത് കേരളത്തിൻ്റെ മൊത്തം കടത്തിൻ്റെ പെർ ഹെഡ് വെച്ച് ഹരിക്കുന്നതായിരിക്കും. കേരളത്തിൻ്റെ മൊത്തം കടം എത്രയാണോ നമ്മളുടെ മൊത്തം എണ്ണം കൊണ്ട് അതിനെ ഹരിക്കുമ്പോൾ ഒരാളുടെ കടം കിട്ടും. കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെ മുകളിലും, ഇപ്പം ജനിച്ചു വീഴുന്ന കുഞ്ഞിൻ്റെ മുകളിലും എത്ര രൂപയുടെ കടമുണ്ടെന്നറിയാവോ? നമ്മുടെ സർക്കാരിൻ്റെ കടമാണത്. പക്ഷെ അത് നമ്മുടെ കടമാണ്. സർക്കാരിന് വരാൻ പോകാം, നമ്മളിവിടെ തന്നെ ഉണ്ടാവുമല്ലോ. 1,40,000 രൂപ ഓരോ കുഞ്ഞും കടക്കാരാണ്. ഓരോ മനുഷ്യരും കടക്കാരാണ്. 1,40,000 രൂപ. നമ്മളുടെ മൊത്തം കടം 5 ലക്ഷം കോടിയാണ്. കേരളത്തിൻ്റെ മൊത്തം കടം 5 ലക്ഷം കോടിയാണ്. അത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ഹയസ്റ്റ് ആണ്. അപ്പം നമ്മൾക്ക് 1.4 ലക്ഷം കോടിയാണ് കടം. അതുപോലെ ഇതതുപോലെയും അല്ല, അതിനേക്കാൾ അഗാധമായിട്ട് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ചില കടങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ എങ്ങനെയെങ്കിലുമൊക്കെ കൊടുത്തു തീർക്കുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ ഇത് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന കടങ്ങളുണ്ട്. നമ്മൾ എത്ര കൊടുത്താലും അധികമായി പോകാത്ത ചില കടങ്ങളുണ്ട്. അതെന്താ? ഈ കടം എന്ന് പറഞ്ഞാൽ എങ്ങനെ വരുന്നു? കടം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നു, അതാണ്. അല്ലാതെ കടം എന്ന് പറയുന്നത് നമ്മൾ ദാരിദ്ര്യമായിട്ട് എടുക്കരുത്. എനിക്ക് നിന്നോട് കടപ്പാടുണ്ടെന്ന് പറഞ്ഞാൽ നീ എന്നെ സഹായിച്ചു എന്നല്ലേ അതിനർത്ഥം. നീ എന്നെ സ്നേഹിച്ചിരുന്നു എന്നല്ലേ അതിനർത്ഥം. ഞാൻ നിന്നാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു, ഞാൻ നിന്നാൽ സുരക്ഷിതനായിരുന്നു എന്ന നല്ല അർത്ഥമാണ് അതിനുള്ളത്. ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതുപോലെ എടുക്കണം. നമുക്ക് 5 ഋണങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ 5 പ്രകാരത്തിൽ നമ്മൾ സ്നേഹിക്കപ്പെട്ടിരുന്നു, 5 പ്രകാരത്തിൽ നമ്മൾ സംരക്ഷിക്കപ്പെട്ടിരുന്നു എന്നാണ് അതിനർത്ഥം. എന്തൊക്കെയാണ് 5 ഋണങ്ങൾ? 1 ദേവഋണം.
നമുക്ക് ദേവന്മാരോട് കടപ്പാടുണ്ട്, ദൈവങ്ങളോട് കടപ്പാടുണ്ട്, അല്ലേ? അതിനർത്ഥം എന്താ? ദേവതകൾ നമ്മളെ സ്നേഹിച്ചിരുന്നു. ദേവതകൾ നമ്മളുടെ ജനനത്തിലും നമ്മളുടെ ജീവിതത്തിലും നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്നു. നല്ല രീതിയിൽ തന്നെ ഇടപെട്ടുകൊണ്ടിരുന്നു. അവരെ കൊണ്ട് സാധിക്കാവുന്നതൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. ചില കർമ്മത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ വരുമ്പോൾ അതൊരു പക്ഷെ അവർക്ക് തടുത്തു നിർത്താൻ സാധിക്കാത്തതായിരിക്കാം. അതല്ലാത്തപ്പോഴെല്ലാം അവരുടെ സജീവമായ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ദേവഋണമുണ്ട് നമുക്ക്. ദേവന്മാരോട്, ദേവതകളോട് നമുക്ക് ഋണമുണ്ട്. ഭഗവത്ഗീതയിൽ പോലും പറയുന്നുണ്ട്, നിങ്ങൾ ദേവതകളുമായിട്ട് പാരസ്പര്യത്തിൽ പോകൂ. പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യഥ. പരസ്പരമുള്ള പാരസ്പര്യത്തിലാണ് നമ്മൾ പുലരേണ്ടത്. ദേവന്മാരും മനുഷ്യന്മാരും തമ്മിൽ പാരസ്പര്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ദേവഋണമുണ്ട്. അതിനാണ് നമ്മൾ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ക്ഷേത്രത്തിൽ പോകുന്നതും ജപിക്കുന്നതും ക്ഷേത്രകാര്യങ്ങളിൽ ഉത്സാഹത്തോട് പങ്കെടുക്കുന്നതും വീട്ടിൽ നമ്മൾ നാമജപം ചെയ്യുന്നതും എല്ലാം ദേവതകളോടൊത്തുള്ളൊരു ജീവിതമാണ്. നമ്മൾക്കെല്ലാം ചൈതന്യമാണ്. എവിടെ നോക്കിയാലും നമ്മൾ ചൈതന്യമാണ്. ചന്ദ്രന് ഒരു ദേവതയുണ്ട്, സൂര്യനൊരു ദേവതയുണ്ട്, ഒഴുകുന്ന നദിക്കൊരു ദേവതയുണ്ട്. എല്ലാം ദേവതാഭാവത്തിലാണ് നമുക്ക്. ശരിക്കും ദേവതകളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, ദേവതകളെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ഈ അസ്തിത്വത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മളുടെ പരദേവത, കുലദേവത, നാട്ടിലെ ദേവത, അങ്ങനെ നമ്മുടെ ഇഷ്ടദേവത, അങ്ങനെയൊക്കെ പോകുന്നു അതിൻ്റെ ഋണം. അപ്പോൾ ഇവരെ മറന്നുകൊണ്ടൊരു ജീവിതം നമുക്കില്ല. കടപ്പാട് മറന്നുകൊണ്ടുള്ള, നാഗങ്ങളോടുള്ള, അല്ലേ, നാഗത്താന്മാരോടുള്ള സ്നേഹം, അവരോടൊക്കെ നമ്മൾ എന്തുമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്നറിയാം. ഒത്തിരി പ്രകാരങ്ങളിൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഇതാണ് ദേവഋണം. 2 ഋഷിഋണമുണ്ട്. ഒരു ഋണമാണ് നമ്മളിപ്പോൾ വീട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മളുടെ അധ്യയനം നടത്തുന്നു, നമ്മൾ മനനം ചെയ്യുന്നു, നമ്മൾ സത്യത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പരിയാലോചിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ സമയം മാറ്റിവെക്കുന്നു. നിസ്വാർത്ഥമായിട്ട്, നിഷ്കളങ്കമായിട്ട് നമ്മൾ പാരസ്പര്യത്തോടു കൂടിയിരിക്കുന്നു. അത് ഋഷിഋണമാണ്. അവർ നമുക്ക് വെച്ച് അവർ നമുക്ക് അവശേഷിപ്പുകളാണ്. നമുക്ക് അവശേഷിപ്പിച്ച് വെച്ച അവരുടെ തിരുശേഷിപ്പുകളാണിത്. അതിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അതില്ലായിരുന്നെങ്കിൽ നമ്മൾ എത്ര ദരിദ്രമായി പോയേനെ, അല്ലേ? ഈ പറയുന്ന ടെക്സ്റ്റുകളൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എത്ര ദരിദ്രമായി പോയേനെ. പണ്ട് കാലത്ത് എന്നോട് ചോദിക്കുന്നുണ്ട് എൻ്റെ ഒരു സുഹൃത്ത്, ഞങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ഉണ്ട്, അതുപോലെ ഹിന്ദുക്കൾക്ക് ഉള്ള ഒരു ടെക്സ്റ്റിൻ്റെ പേര് പറയാമോ? ഞാൻ കുഴഞ്ഞുപോയി. ഏത് ടെക്സ്റ്റ് പറയും? വേദം പറയോ, ഭഗവത്ഗീത പറയോ, രാമായണം പറയോ, മഹാഭാരതം പറയോ? പക്ഷേ ആദ്യകാലത്ത് എന്നെ ലജ്ജിപ്പിച്ച ചോദ്യമാണ് പിന്നീട് എൻ്റെ അഭിമാനമായി മാറിയത്. കാര്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു ലൈബ്രറി തന്നെയുണ്ട്, ഒരു 100 പുസ്തകങ്ങൾ, 1000 പുസ്തകങ്ങളുണ്ട് എന്നുള്ള ആ ഒരു സത്യം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഋഷിമാരാണ് അത് നമുക്ക് നൽകിപ്പോയത്, അല്ലേ? ഈ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന പരമസത്യത്തിലേക്ക് നമ്മളെ 1000 നാവുള്ള അനന്തനെ പോലെ നമുക്ക് ചുറ്റും നിന്ന് നമ്മളെ സത്യം ബോധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങളെ തങ്ങളുടെ കേന്ദ്രബിന്ദുവാക്കാം. അതൊക്കെയാണ് ഋഷിഋണം. പിന്നെ ഒന്ന് പിതൃഋണം. ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഋണം വരുന്നത്, പിതൃഋണം. പിതൃഋണം എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ നമ്മുടെ പൂർവികർക്കും ജീവിച്ചിരിക്കുന്ന നമ്മുടെ പൂർവികരോടുമുള്ള നമ്മളുടെ കടപ്പാടാണ്, നമ്മളുടെ ശ്രദ്ധാപൂർവമുള്ള സ്മൃതിയാണ്, കൃതജ്ഞതയാണ്, സ്നേഹമാണ്. അത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്ത്? പിതൃഋണം. മരിച്ചുപോയവരെ കൃതജ്ഞതയോടുകൂടി സ്മരിക്കുക, അവരോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് പിതൃഋണമാണ്. ജീവിച്ചിരിക്കുന്നവരെ കഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിറവേറ്റിക്കൊണ്ടിരിക്കുക. ചിന്മയാനന്ദ സ്വാമി പറയും, ഭാരതത്തിൽ വൃദ്ധസദനങ്ങൾ ഉണ്ടായിരുന്നില്ല. വൃദ്ധസദനം എന്ന് പറയുന്ന ഒരാശയം പോലും നമുക്കുണ്ടായിരുന്നില്ല. ചിന്മയാനന്ദ സ്വാമി പറയും. സ്വാമിജിയോട് ഒരാൾ ചോദിച്ചതാ, സ്വാമിജി, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓൾഡ് ഏജ് ഹോമുണ്ട്, ഇവിടെ ഓൾഡ് ഏജിൽ മനുഷ്യർ സുഖമായിട്ട് ജീവിക്കുന്നു, ഇന്ത്യയെ പോലൊരു പിന്നോക്ക രാജ്യത്ത് അങ്ങനെ ഒരു ആശയം പോലും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ സ്വാമിജി പറഞ്ഞതാണ്, ഞങ്ങൾക്കതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല, ഞങ്ങളുടെ പൂർവികർ അനാഥരായിരുന്നില്ല, അവർ സനാഥരായിരുന്നു എന്ന് സ്വാമിജി പറഞ്ഞതാണ്. അപ്പോൾ അതാണ് നമുക്ക് നമ്മുടെ ഋണം, പൂർവികരോടുള്ള ഋണം തീർക്കണം. മരിച്ചുപോയവരോടും ജീവിച്ചിരിക്കുന്നവരോടും. മരിച്ചുപോയവരെ പ്രതി എന്നെന്നും കൃതജ്ഞതയോടുകൂടിയിരിക്കുക. ഏതോ ഒരമ്മ, അല്ലേ, ജനറേഷനുകൾക്ക് മുമ്പ്, തലമുറകൾക്ക് മുമ്പ്
കാട്ടിലെ വ്യാഘ്രത്തിന് മുമ്പിൽ പെട്ടുപോയ ഒരമ്മ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു 10, 20, 30 തലമുറകൾക്ക് മുമ്പ് ഇവിടെയെല്ലാം വനമായിരുന്നപ്പോൾ നമ്മളുടെ ഏതോ ഒരു മുതുമുത്തശ്ശനെ ഉദരത്തിൽ സംവഹിച്ചുകൊണ്ടിരിക്കുന്ന, അവനെ പാല് കൊടുത്ത് വളർത്തി, അങ്ങനെ ഒരു വലിയ വ്യാഘ്രം അവനെ പിടിക്കാൻ വന്നു. അതിനെ വിട്ടുകൊടുക്കാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ അമ്മ രക്ഷിച്ചു അല്ലേ? വ്യാഘ്രത്തിന് കൊടുത്തില്ല, നരിക്ക് കൊടുത്തില്ല, ചെന്നായ്ക്ക് കൊടുത്തില്ല, ആർക്കും കൊടുക്കാതെ ആ കുഞ്ഞിനെ വളർത്തി ആ അമ്മ. അത് നമ്മുടെ ഒരു പൂർവികനായിരുന്നു ആ വളർന്നു വന്നത്. അയാളിൽ നിന്നാണ് നമുക്ക് ഇന്ന് ഈ നിൽക്കുന്ന ഞാനും ഇത് കേൾക്കുന്ന നിങ്ങളും ഉണ്ടായത്. അപ്പം നമുക്കെല്ലാം ഇതുപോലൊരു പൂർവികനുണ്ട്. കാടിൻ്റെ നടുവിൽ ജീവിച്ചിരുന്ന ഒരു പൂർവികനുണ്ട്. നായും നരിയും വ്യാഘ്രവും ഒന്നും പിടിക്കാതെ അവരെ കാത്തുരക്ഷിച്ച പൂർവികരുണ്ട്. അവരോടുള്ള കടപ്പാട് എത്ര പറഞ്ഞാലാ തീരുക? അത് ഓർത്തെടുക്കണം നമ്മൾ. അത് നമ്മുടെ സ്മൃതിയിലുണ്ടത്. അത് ഒറ്റയ്ക്കിരുന്ന് തനിച്ചിരുന്ന് കണ്ണടച്ചിരുന്ന് ആലോചിച്ചെടുക്കണം. അതൊക്കെ ആചാര്യസ്വാമികൾ ഉദ്ദേശിച്ചിരിക്കുന്നു. ഈ ശ്ലോകത്തിൽ അതെല്ലാം ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് പിതൃഋണം. പിന്നെയുള്ളത് മനുഷ്യഋണവും ഭൂതഋണവുമാണ്. മറ്റു മനുഷ്യരോടുള്ള നമുക്ക് ചുറ്റുമുള്ള മറ്റു മനുഷ്യരോടുള്ള കൺസേൺ ആണത്. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരോടുള്ള, അവരുള്ളത് കൊണ്ടാണ് നമ്മളുള്ളത് എന്നുള്ളത്. പിന്നെ ഭൂതഋണം, ജീവികളോടുള്ള. ഇപ്പം ഞാനൊരു കാര്യം മാത്രം പറയാം. മനുഷ്യരാശി തന്നെ രക്ഷിക്കപ്പെട്ടത് നായ എന്ന് പറയുന്നൊരു വർഗമുള്ളത് കൊണ്ടാണ്. മനുഷ്യരാശി തന്നെ ഇല്ലെങ്കിൽ ഇല്ലാതായേനെ എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. നിയാണ്ടർത്താൽ മനുഷ്യൻ തോറ്റുപോയതും ഹോമോസാപ്പിയൻസ് വിജയിച്ചതും ഹോമോസാപ്പിയൻസിനൊപ്പം നായകൾ ഉണ്ടായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നിയാണ്ടർത്താൽ ആയിരിക്കും നമ്മളുടെ സ്ഥാനത്ത് ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടാവുക. അത് വേറൊരു ജനുസാണ്. അപ്പം നായകൾ അവരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. പശുക്കളോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഭക്ഷണം തരുന്ന നമ്മളുടെ മാതൃതുല്യരാണ് അവരൊക്കെ. അങ്ങനെ ഒരുപാട് ജീവികളോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അപ്പം ഇതൊക്കെയാണ് ആചാര്യസ്വാമികൾ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരിക്കലും നമ്മളുടെ പൂർവികരെ അല്ലെങ്കിൽ നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്ന നമ്മളുടെ മുത്തശ്ശനെയും അച്ഛനെയും ഒന്നും അവരോടുള്ള കടമകൾ മറക്കാനല്ല ഈ ശ്ലോകം പറയുന്നത്. പകരം കൂടുതൽ ജാഗ്രതയോടുകൂടി ഇരിക്കാനാണ്. നാളെ ഒരിക്കൽ നിങ്ങൾ ചെയ്ത ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരമായി ഒന്നും പ്രതീക്ഷിക്കാതിരിക്കാനുള്ള പക്വത, ഒന്നും പ്രതീക്ഷിക്കാതിരിക്കാനുള്ള മനസ്സിൻ്റെ കരുത്ത് ആർജിച്ചെടുക്കുക. ഇതാണ് ആചാര്യസ്വാമികൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ശ്ലോകത്തിലൂടെ. സ്നേഹം സ്വാഭാവികം തന്നെയാണ്. കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ് അത് നിലനിൽക്കുന്നത്. നമുക്ക് കൊടുക്കാനില്ലാതാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലൊരു ഇടിവുണ്ടാകും. അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലേ? ഇപ്പം നമ്മൾ ജീവിതത്തിന് ആ തീഷ്ണതയിൽ നിൽക്കുമ്പോഴുള്ള പോലെ ഈ ലോകം നമ്മളെ ഒരിക്കലും ഗൗനിക്കില്ല. നമ്മൾ വാർദ്ധക്യത്തിൽ വീട്ടിലിരിക്കുമ്പോൾ അത് ലോക നിയമമാണ്. അതിനെ നിങ്ങൾ നേരത്തെ തന്നെ അറിഞ്ഞോളാം. അത് 90 വയസ്സെത്തിയിട്ടല്ല അത് അറിയേണ്ടത്. ചെറുപ്രായത്തിൽ തന്നെ അത് ഓർത്ത് വെച്ചോ. അത് നിങ്ങളെ കരുത്തരാക്കട്ടെ. അപ്പം നാളെ ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുമ്പോൾ ഹൃദയം കീറണ്ട. അതുകൊണ്ട് പറഞ്ഞതാ എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. ഒരു നല്ല ആശയമുണ്ട്, സ്റ്റോയിക് ആശയമാണ്. അതിങ്ങനെയാണ് പറയുന്നത്: എക്സ്പെക്ട് ദ ബെസ്റ്റ്. ഏറ്റവും നല്ലത് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക, അങ്ങനെ ജീവിക്കുക. ബട്ട് പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ്. ഏറ്റവും മോശമായതിന് കരുതിയിരിക്കുക, പ്രതീക്ഷിച്ചിരിക്കുക, അല്ല അത് തയ്യാറെടുത്തിരിക്കുക. ബി പ്രിപ്പയർഡ്. ഇത് രണ്ടും ഓർത്തിരിക്കണം. എന്തൊക്കെയാണ്? എക്സ്പെക്ട് ദ ബെസ്റ്റ്. നമ്മുടെ പ്രതീക്ഷയിൽ എപ്പോഴും പോസിറ്റീവായിരിക്കണം. നമ്മുടെ പ്രതീക്ഷയിൽ ഭാവി എപ്പോഴും ശുഭമായിരിക്കണം. നമുക്ക് ശുഭമായതിനെ പ്രതീക്ഷിച്ചാലേ നമുക്ക് കർമ്മം ചെയ്യാനുള്ള ഊർജം കിട്ടുള്ളൂ. നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്ത് ഊർജ്ജസ്വലതയോടുകൂടി ജീവിതത്തെ പടുത്തുയർത്തണമെങ്കിൽ നമുക്ക് പ്രത്യാശ വേണം, പ്രതീക്ഷ വേണം. അപ്പോൾ എക്സ്പെക്ട് ദ ബെസ്റ്റ്. അവിടെ നമ്മൾ ഒരിക്കലും വിഷാദം ദർശിക്കരുത്. എന്നാലോ പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ്. ഓൾവേസ് പ്രിപ്പയർഡ്, ബി പ്രിപ്പയർഡ്. ഏത് നിമിഷവും ഈ ജീവിതം എന്ന് പറയുന്ന ഈ ആനയുണ്ടല്ലോ, ആനപ്പുറത്തെ സഞ്ചാരമാണിത്. ആന 90%, 99% സമയവും ആനക്കാരൻ പറയുന്നത് കേട്ട് തന്നെ പോകും. ഒരു 1% സമയമുണ്ട് ഇത് ഇടയും. അങ്ങനെ ഇടയുമ്പോൾ ചിലപ്പോൾ അത് നമ്മളെ എടുത്ത് നെടുമ്പാടടിക്കും, നിലത്തടിക്കും. അങ്ങനെ നിലത്തടിച്ചു കഴിഞ്ഞാൽ ആജീവനാന്തമായിരിക്കും അതിൻ്റെ വേദനകൾ വരുന്നത്, അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ആഘാതങ്ങൾ ഒരുപക്ഷെ ആജീവനാന്തമായിരിക്കും. ആന വീണ്ടും ശാന്തമാകും. അപ്പോൾ ബി പ്രിപ്പയർഡ് ഫോർ ദ വേഴ്സ്റ്റ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുമായിരുന്നേ. കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിൽ
2 പാപ്പാമാർ ഇരുവശവും നിന്ന് ഒരാന എഴുന്നള്ളിച്ച് നിൽക്കുക. ഞാൻ പലതവണ അത് റിപ്പീറ്റ് അടിച്ച് കണ്ടു. കാര്യം അതിനകത്തൊരു ഗംഭീരമായൊരു ആശയം ഉണ്ടായിരുന്നു. 2 പാപ്പാമാർ ഇരുവശവും ഉണ്ട് ആനയുടെ. ആന ഇങ്ങനെ എഴുന്നള്ളിച്ച് നിൽക്കുക. എഴുന്നള്ളിച്ച് നിന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും വലത് വശത്ത് നിന്നത് 2-ാം പാപ്പാൻ ആയിരുന്നിരിക്കണം. അദ്ദേഹം എന്തോ ഒരു കാര്യത്തിന് ആനയോട് എന്തോ സംസാരിക്കുകയോ ആനയ്ക്ക് ഇഷ്ടമല്ലാത്തത് എന്തോ അയാളുടെ ഭാഗത്തു നിന്നുണ്ടായി. അതോ ഉണ്ടായില്ലയോ എനിക്കറിയില്ല. ആന പെട്ടെന്ന് പ്രകോപിതനായി. അതും നമ്മൾ നോക്കി നിൽക്കുമ്പോഴാണ് പ്രകോപിതനാകുന്നത്. ഒരു സെക്കൻഡ് മുമ്പ് ശാന്തനായിരുന്ന ജീവി അടുത്ത സെക്കൻഡിൽ രൗദ്രഭാവം കൈക്കൊള്ളുകയാണ്. ഈ രൗദ്രഭാവം കൈക്കൊണ്ടിട്ട് ഈ അടുത്ത് നിന്ന് ആനക്കാരനെ തുമ്പിക്കൈ മടക്കി ഒരു അടി അടിച്ചു. വലിയ അടിയൊന്നും ആയിരുന്നില്ല, എന്നാലും നല്ലൊരു അടി അടിച്ചു. ഈ അടി കൊണ്ട് ഈ ആനക്കാരൻ അട്ട ചുരുളണ പോലെ ചുരുണ്ടുപോയി. അയാൾ നിലത്ത് വീണ് ചുരുണ്ടുപോയി അടി കൊണ്ട്. അങ്ങ് ശ്വാസം നിലച്ച് കാണും അയാളുടെ അടിയേറ്റ്. എന്നിട്ട് ആന എന്ത് ചെയ്തു? അടിച്ചിട്ട് കാലെടുത്ത് ഇയാളെ കുത്താൻ പോവാണ്. കാല് മടക്കി കുത്താൻ പോവാ. അപ്പോൾ ഇത്രയും സമയത്തിന് ഒരു 2-3 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ ഈ ആന ഇടയുന്ന സമയത്ത് തന്നെ ഇടതുവശത്ത് നിൽക്കുന്ന പാപ്പാൻ അലർട്ടായി. അത് 1-ാം പാപ്പാനായിരിക്കും. ഇടതുവശത്ത് നിൽക്കുന്ന പാപ്പാൻ അലർട്ടായിട്ട് അപ്പോൾ തന്നെ അയാളുടെ കയ്യിലിരുന്ന ഒരു തോട്ടിയോ കുന്തമോ എന്തോ പോലൊരു സാധനമുണ്ട്. മറ്റേ ആളെ ആക്രമിക്കുമ്പോൾ ഓടിപ്പോയി അയാളെ എടുത്തു മാറ്റാനൊന്നും ശ്രമിച്ചില്ല. മറ്റേ ആൾ അടികൊണ്ട് വീണിട്ട് അയാളെ അവിടുന്ന് വലിച്ചെടുക്കാനോ ഒന്നും ശ്രമിച്ചില്ല. ശ്രമിച്ചിരുന്നെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും ആനയുടെ ചവിട്ട് കിട്ടിയാനെ. അതിന് ശ്രമിക്കാതെ 1-ാം പാപ്പാൻ കയ്യിലിരുന്ന തോട്ടിയോ കുന്തമോ എന്തോ ഒരു സാധനം എടുത്ത് ആനയുടെ അയാൾ നിൽക്കുന്ന വശത്തെ കാൽപാദത്തിൽ എവിടെയോ ഒരു മർമ്മമുണ്ടെന്ന് തോന്നുന്നു. ആ മർമ്മത്തിൽ ആവർത്തിച്ച് കുത്തുന്നു. കൃത്യം ഒരു സ്പോട്ടിൽ ഇദ്ദേഹം പലതവണ കുത്തി. ആനയുണ്ടല്ലോ, ആന കുഴിയാന പോലെ ആയിപ്പോയി. ആന വേദന കൊണ്ട് ഇങ്ങനെ ചുങ്ങിപ്പോയി. അത് മർമ്മത്തിൽ കുത്തിയതോടുകൂടി സഡൻ ബ്രേക്ക് ഇട്ട പോലെ ആന കാലൊക്കെ പിൻവലിച്ച് അവിടെ ഇങ്ങനെ ശരീരം ചെറുതാക്കി കളഞ്ഞു, ഷ്രിങ്ക് ചെയ്ത് പോയി. ആനയ്ക്ക് നല്ല വേദന എടുത്തിട്ടുണ്ട്, പക്ഷെ അവിടെ അത് അത്യാവശ്യമായിരുന്നു. അവിടെ അത് ചെയ്തില്ലെങ്കിൽ മറ്റേ ആളുടെ കാര്യം തീർന്നു. അപ്പം ഞാൻ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കി. ഇത് ആനയെ ദ്രോഹിക്കുന്നതിനെ ഞാൻ ഒന്നും പറഞ്ഞതല്ല. ആനയെ ദ്രോഹിക്കാതിരിക്കട്ടെ, ആനകൾ വേദനകൾ അനുഭവിക്കാതിരിക്കട്ടെ. പക്ഷെ ഇതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു ജീവിത പാഠമുണ്ട്. ഇപ്പുറത്ത് നിൽക്കുന്ന ആനപ്പാപ്പാൻ അലർട്ടായിരുന്നു. ഹീസ് എക്സ്പെക്ട് ദ വേഴ്സ്റ്റ് എന്ന് പറയുന്നതിനകത്തായിരുന്നു ആ ആനപ്പാപ്പാൻ നിന്നത്. കാര്യം ആന ഇടയുമ്പോൾ ഇയാൾക്ക് അത്ഭുതം വരുന്നില്ല. ആന ഇടയുമ്പോൾ ഇയാൾ അമ്പരന്ന് നിൽക്കുന്നില്ല. ആന ഇടയുന്ന തൽക്ഷണം തന്നെ ഇദ്ദേഹത്തിൻ്റെ കൈകാലുകൾ പ്രവർത്തിച്ചു തുടങ്ങി. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ തോട്ടികൾ വന്നു തുടങ്ങി. ആന മറ്റേയാളെ തട്ടിയിട്ട് കാല് പൊക്കുന്ന ആ 3 സെക്കൻഡിനുള്ളിൽ ആനയുടെ മറ്റേ കാലിൽ കുത്തുകൊണ്ടു കഴിഞ്ഞു. മർമ്മത്തിൽ കൃത്യസമയത്ത് കുത്തുകൊണ്ടു കഴിഞ്ഞു. ഒരു ഫോട്ടോ ഫിനിഷിൽ അല്ലെങ്കിൽ ഒരു സ്പെയർ ഓഫ് എ സെക്കൻഡിൽ, ഒരു നിമിഷാർത്ഥത്തിൽ അയാളുടെ ജീവൻ രക്ഷിക്കപ്പെട്ടു. ആ ആനയെ തളയ്ക്കുകയും ചെയ്തു. ആന പിന്നെ ഒരു ശാന്തനായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അപ്പം ഇതുപോലെയാണ് ജീവിതം. ഏത് നിമിഷവും ഇടയാവുന്ന ഒരു ആനയാണ് ജീവിതം. അത് ഇടയില്ല, ശരിയാണ്. നമ്മൾ കാണുമ്പോഴൊന്നും ഒരു ആനയെ അടഞ്ഞിട്ടില്ല. ഞാൻ ഇതുവരെ ആന അടഞ്ഞ് കണ്ടിട്ടില്ല. ഞാൻ കാണുമ്പോൾ എല്ലാ ആനയും പാപ്പാമാർ പറയുന്ന അനുസരിച്ച് സ്നേഹത്തോടുകൂടി നടക്കുകയാണ്. ഇതുപോലെ വീഡിയോസിലാണ് ഞാൻ ആന ഇടയെന്ന് കണ്ടിട്ടുള്ളത്. അതിനർത്ഥം 90-99% ടൈമിലും ആന ശാന്തനാണ്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ആ ഒരു സെക്കൻഡിൽ ആന ഇടഞ്ഞു കഴിഞ്ഞാൽ മതി, നമ്മുടെ ജീവിതം തന്നെ തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇതുപോലെയാണ് ജീവിതം. ഏത് നിമിഷവും ഇടയാം. അപ്പോൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ആചാര്യസ്വാമികൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ശ്ലോകത്തിന് വേണ്ടത്ര വിശകലനമായി എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. അടുത്തതും ഇതുപോലെ മനോഹരമായൊരു ഓർമ്മപ്പെടുത്തലാണ്. എന്താണ്? യാവത് പവനോ നിവസതി ദേഹേ താവൽ പൃച്ഛതി കുശലം ഗേഹേ ഗദവതി വായൗ ദേഹാപായേ ഭാര്യാ ബിഭ്യതി തസ്മിൻ കായേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. എന്താണ് അദ്ദേഹം പറയുന്നത്? എത്രത്തോളം കാലം ശരീരത്തിൽ പ്രാണൻ അഥവാ ആയുസ് നിൽക്കുന്നുവോ, പ്രാണൻ നിൽക്കുന്നുവോ, അത്രത്തോളം കാലം മാത്രമേ വീട്ടുകാർ നിന്റെ കുശലം അന്വേഷിക്കുകയുള്ളൂ.
അതായത് ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുകയുള്ളൂ. പിന്നെയോ പ്രാണൻ പോയ ശേഷം ദേഹം ജീർണിച്ചു തുടങ്ങുമ്പോൾ, അല്ലേ, മരിച്ചു കഴിഞ്ഞ് ദേഹം ജീർണിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ കെട്ടിപ്പിടിച്ച് കരയും. ഇപ്പം മരിച്ചു കിടക്കുന്ന ഒരാളെ കെട്ടിപ്പിടിച്ച് കരയും, ഭാര്യ കരയും, അമ്മ കരയും, മക്കൾ കരയും, എല്ലാവരും കരയും. പക്ഷെ അവർ നേരത്തോട് നേരം അവിടെ തന്നെ കിടന്നാൽ പിന്നെ നമുക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റുമോ? ഒരു 2 ദിവസം അവിടെ കിടന്നു, 3 ദിവസം അവിടെ കിടന്നു, ഈ കെട്ടിപ്പിടിച്ചവർക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ജീർണിച്ചു, അത് ചത്തിരിക്കുന്നു, സത്ത് പോയിരിക്കുന്നു. ഇനി അത് ജീർണിച്ച് പഞ്ചഭൂതങ്ങളിൽ വിലയിക്കണം. നമ്മൾ ഉദ്ദേശിച്ച ആളില്ലേ, ആളവിടെ ഇല്ല. അതാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? പ്രാണൻ പോയ ശേഷം ദേഹം ജീർണിച്ചു തുടങ്ങിയാൽ ഭാര്യ ബിഭ്യതി തസ്മിൻ കായെ, ഭാര്യ പോലും, അതാണ്, ഭാര്യ പോലും ആ ദേഹം കണ്ട് ഭയക്കുന്നു. ഭാര്യ എന്ന് പറയാൻ കാര്യം ഒരുപക്ഷെ ഭാര്യ ആയിരിക്കാം ആ ദേഹത്തെ അത്രയധികം സ്നേഹിച്ചിരുന്നത്. ലിറ്ററലി ആ ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ഭാര്യ ആയിരുന്നിരിക്കാം. അതുകൊണ്ടാണ് പറയുന്നത് ഭാര്യ പോലും താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന, താൻ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരുന്ന, താൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്ന, പരിരക്ഷിച്ചിരുന്ന ആ ശരീരം കണ്ട് ഭയന്നു പോകുന്നു. ഇത് ജീവിതത്തെക്കുറിച്ചുള്ള മറ്റൊരു ഓർമ്മപ്പെടുത്തലാണ്. എന്താണ് പറയുന്നത്? 2 മനുഷ്യർക്കിടയിൽ എത്രമാത്രം സ്നേഹം കൊണ്ട് അവർക്ക് എത്രമാത്രം അടുത്തു വരാം, അതിൻ്റെ പരിമിതിയാണ് അത് കാണിക്കുന്നത് ഈ ശ്ലോകം. നിങ്ങളിനി എത്രയൊക്കെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ പരസ്പരം മനസ്സിലാക്കി എന്ന് പറഞ്ഞാലും, നിങ്ങൾ രണ്ടാണ്. അവിടെ അദ്വൈതമില്ല. സ്നേഹാദ്വൈതം എന്നൊക്കെ നമുക്ക് പറയാം, ഭാവതലത്തിൽ അതൊക്കെ നമുക്ക് അനുഭവിക്കാം. എന്നാൽ പോലും നിങ്ങൾ രണ്ടാണ്. ഒരിക്കലും നിങ്ങൾക്ക് ഒന്നാകാൻ സാധിക്കുകയില്ല. ഉരുകി ഒലിച്ച് ഒന്നായി തീരാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് 2 ശരീരമുണ്ട്, നിങ്ങൾക്ക് 2 മനസ്സുണ്ട്, നിങ്ങളിൽ തുടിക്കുന്ന 2 പ്രാണനുണ്ട്. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ രണ്ടായിരിക്കുന്നു. ഇതാണ് ആചാര്യസ്വാമികൾ ഓർമ്മിപ്പിക്കുന്നത്. ഒരിക്കലും മറ്റൊരാളല്ല നമ്മുടെ ലക്ഷ്യം. ഒരു മനുഷ്യൻ്റെ പരമമായ ലക്ഷ്യം മറ്റൊരു മനുഷ്യനല്ല. ഇതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് വിശദമായി കാണാം. ഇപ്പം 2 മനുഷ്യർക്ക് ഒന്നാകാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ അങ്ങേയറ്റം ലയിക്കാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു വിശകലനം പറയാം. അതിന് ശേഷം ഇങ്ങനെ പറ്റിയില്ലെന്നതുകൊണ്ട് ബന്ധങ്ങൾക്ക് അർത്ഥമില്ലേ, അതും നമുക്ക് നോക്കാം. വേദാന്തത്തിൽ ചില സത്യങ്ങൾ പറയും നമ്മളോട്. വേദാന്തം പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ചില റെവലേഷൻസ് ഉണ്ട്, ചില വെളിപാടുകളുണ്ട്. അതിലൊന്നായിരുന്നു ജീവൻ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും എല്ലാം, നമ്മളൊക്കെ ജീവന്മാരാണ്. അതായത് ഈ ശരീരം മരിച്ചാലും നമുക്ക് അടുത്ത ശരീരം കിട്ടും. നമ്മുടെ സോളാണ്, എസൻസ് ആണ്. നമ്മളിങ്ങനെ ട്രാൻസ്മൈഗ്രേഷനിലൂടെ, സംസാരത്തിലൂടെ സംസരണം ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ പോകുമ്പോൾ 2 ജീവന്മാർക്ക് ഒരിക്കലും ഒന്നിക്കാൻ സാധിക്കുകയില്ല. ഇത് പ്രത്യേകം നമ്മളോട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അവിടെ ദ്വൈതമാണ്, അവിടെ ഒരിക്കലും അദ്വൈതം ഇല്ല. നമ്മൾ വെറുതെ വ്യാമോഹിക്കണ്ട. സ്നേഹം എത്രയോ നമുക്ക് സ്നേഹിക്കാം, തീർച്ചയായിട്ടും സ്നേഹിക്കാം. അത് അതിമനോഹരമായൊരു അനുഭവമാണ്, സ്നേഹിക്കുക എന്നുള്ളതും സ്നേഹിക്കപ്പെടുക എന്നുള്ളതും. പക്ഷേ എന്തില്ല? ലയമില്ല. പരമമായ ലയം അവിടെ കിട്ടില്ല. ഒരു മനുഷ്യനിൽ നിന്നും കിട്ടില്ല. ഒരു മനുഷ്യനും നമ്മുടെ ആത്യന്തിക ലക്ഷ്യമല്ല. നമ്മൾ രണ്ടായിരിക്കാനാണ് പ്രപഞ്ചം ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് കാരണം എന്താണ്? ജീവന്മാർ അനാദിയാണ്. അങ്ങനെയൊരു കോൺസെപ്റ്റ് ഉണ്ട്. ജീവന്മാർക്ക് തുടക്കമില്ല. കാലത്തിനു മുമ്പ് അവർ തുടങ്ങിക്കഴിഞ്ഞു അവരുടെ യാത്ര. ജീവൻ അനാദിയാണ്. അങ്ങനെ അനാദിയായിട്ടുള്ള ചില സംഗതികളുണ്ട്. അവിദ്യ അനാദിയാണ്. ജീവൻ അനാദിയാണ്, അവിദ്യ എന്ന് പറയുന്നത് അനാദിയാണ്. ഇങ്ങനെ കുറച്ച് അനാദിയായിട്ടുള്ള, അത് തുടക്കമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ജീവൻ അനാദിയാണെന്നുള്ളത്, അനാദി ആയതുകൊണ്ട് എന്തില്ല? 3 കാര്യങ്ങൾ അവിടെ നടക്കില്ല. ഒന്ന്, പൊതുവായിട്ടുള്ളൊരു സ്രോതസ്സിൻ്റെ അഭാവം. ഇത് വേദാന്തത്തിൽ പറയുന്നത്. പൊതുവായിട്ടൊരു സ്രോതസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എപ്പോഴും രണ്ടായിരിക്കും. ഞാനും നിങ്ങളും ഒരേ സ്രോതസ്സിൽ നിന്നല്ല ഈ ശരീരം എടുത്തു തുടങ്ങിയത്. മനസ്സിലായില്ലേ?
നമ്മൾ സ്രോതസ്സിൽ ഒന്നാണ്. എങ്ങനെ? പരമാത്മാവ് എന്നുള്ള തലത്തിൽ ഒന്നാണ്, അതവിടെ നിൽക്കട്ടെ, അതല്ല. നമ്മുടെ ഇവിടുത്തെ അനുഭവ തലത്തിൽ നമ്മൾ എന്താണ്? ശരീരമാണ്, മനസ്സാണ്, അല്ലേ? ഈ ശരീരവും മനസ്സുമായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ രണ്ടാണ്. നമുക്കൊരു കോമൺ ഒറിജിൻ പോലും ഇല്ല. പൊതുവായൊരിടത്തു നിന്നല്ല നമ്മൾ വരുന്നത്. എൻ്റെ ശരീരം വന്നത് ഒരു പ്രത്യേക ഇടത്തുനിന്ന്, നിങ്ങളുടെ ശരീരം വന്നത് മറ്റൊരു ഇടത്തുനിന്ന്. എൻ്റെ ശരീരം ഒരിടത്തേക്ക് പോകുന്നു, നിങ്ങളുടെ ശരീരം വേറൊരിടത്തേക്ക് പോകുന്നു. ഇവയ്ക്കിടയിൽ എന്തില്ല? ഇവയ്ക്കിടയിൽ ലയമില്ല. പകരം കോഎക്സിസ്റ്റ് ചെയ്യാം, സ്നേഹത്തോടു കൂടി കോഎക്സിസ്റ്റ് ചെയ്യാം, പരസ്പരം സഹായിക്കാം, പരസ്പരം പൂരിപ്പിക്കാം, മണ്ണാങ്കട്ടയും കരിയിലയും പോലെ ജീവിക്കാം. പക്ഷേ എന്തില്ല? ലയമില്ല. പരസ്പരം ലയിക്കാൻ മാത്രം സാധിക്കില്ല. അത് പ്രപഞ്ചം അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് പൊതുവായിട്ടുള്ളൊരു സ്രോതസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ലയിക്കാൻ സാധിക്കുകയില്ല. ഒന്ന്. രണ്ടാമത്തെ കാരണം വേദാന്തം പറയുന്നത് വ്യക്തിത്വത്തിൻ്റെ കൃത്യമായ അതിർവരമ്പ്. അപ്പം ശരീരത്തിന് ഒരു എന്തുണ്ട്? കൃത്യമായ ഒരു അതിർവരമ്പുണ്ട്. എൻ്റെ ഈ ത്വക്കാണ് എൻ്റെ അതിർവരമ്പ്. ഈ ത്വക്കിനുള്ളിൽ നടക്കുന്നതിനൊക്കെ എനിക്ക് മാത്രമേ അനുഭവിക്കാൻ പറ്റൂ. ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് വിശപ്പ് വന്നാൽ വേറൊരാൾ ഭക്ഷണം കഴിച്ചാൽ എൻ്റെ വിശപ്പ് പോകില്ല. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാൾ ഭക്ഷണം കഴിച്ചാൽ എൻ്റെ വിശപ്പ് മാറില്ല. അവിടെ ഞങ്ങൾ രണ്ടാണ്. അപ്പോൾ ഈ വിശപ്പെന്ന് പറയുന്ന അനുഭവം ഇല്ലാതാകണമെങ്കിൽ ഞാനും ആഹാരവും തമ്മിലാണ് ഒന്നാകേണ്ടത്. ഇതൊരു ഉദാഹരണം മാത്രം. ഇത് ശരീരം വേറിട്ടതാണെന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ഇനി നമ്മുടെ വ്യക്തിത്വം എടുത്താലും, മനസ്സും അന്ധക്കരണം ഉള്ള വ്യക്തിത്വം എടുത്താലും നമ്മൾ രണ്ടാണ്. അപ്പോൾ വൈയക്തികതയുടെ അതിർവരമ്പുകൾ കൃത്യമായി നിർവചിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ജീവന്മാർ രണ്ടാണ്. അപ്പം ഭാര്യ എന്തുകൊണ്ട് ഭർത്താവിൻ്റെ ശരീരം കണ്ട് ഭയന്നു? അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ രണ്ടാണ്. രണ്ടായതുകൊണ്ടാണ് ഭയക്കുന്നത്. മൂന്നാമത്തെ ഒരു റീസൺ ഉണ്ട്. മൂന്നാമത്തെ റീസൺ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. മൂന്നാമത്തെ റീസൺ എന്താണ്? മൂന്നാമത്തെ റീസൺ പറയുന്നത്, വേദാന്തം പറയുന്നു, നിങ്ങൾ ആത്യന്തികമായി നിങ്ങൾ ഒന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ലയിക്കാൻ പറ്റില്ല. മനസ്സിലായോ? നിങ്ങൾ ആത്യന്തികമായി രണ്ടായിട്ടില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ശരീരവും മനസ്സും തമ്മിൽ ലയിക്കാൻ പറ്റില്ല. കാര്യം നിങ്ങൾ ഒന്നാണ്, സത്തയിൽ ഒന്നാണ്, പക്ഷേ അനുഭവത്തിൽ രണ്ടാണ്. സത്തയിൽ ഒന്നായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മിഥ്യാനുഭവത്തിൽ ഒന്നിക്കാൻ സാധിക്കുകയില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലാവണമെങ്കിൽ, നമ്മൾ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഞാൻ എന്താ പറയുക, വേറൊരു വ്യക്തിയെ കണ്ടു. എനിക്കും ആ വ്യക്തിക്ക് ഒന്നാവാൻ സാധിക്കുമോ? അതുമല്ലെങ്കിൽ ഞാൻ സ്വപ്നത്തിൽ എനിക്ക് വിശന്നു, സ്വപ്നത്തിൽ എനിക്ക് ഒരു പ്ലേറ്റ് മസാല അല്ല ദോശ കിട്ടി, ഞാൻ ആ ദോശ കഴിച്ചു. ആ ദോശയ്ക്കും എനിക്കും ഒന്നാവാൻ സാധിച്ചോ? വാസ്തവത്തിൽ സാധിച്ചില്ല എന്നാണ് സത്യം. കാര്യം എന്താണെന്ന് വെച്ചാൽ, സോഴ്സിൽ അത് രണ്ടും ഒന്നാണ്. കണ്ട ഞാനും സ്വപ്നത്തിൽ കണ്ട ദോശയും ഞാൻ തന്നെയാണ്. ഞങ്ങൾ ഒരിക്കലും രണ്ടല്ലായിരുന്നു. പിന്നെ ഞാൻ ആ ദോശ കഴിച്ചു എന്നുള്ളത് കൊണ്ട് ഞാനും അതും ഒന്നായി എന്ന് പറയുന്നതിനകത്ത് കാര്യമൊന്നുമില്ല. ഏതാണ്ട് ഇതുപോലെയാണ് നമ്മളുടെ അവസ്ഥ. പണ്ട് രാധ മരിക്കാറായി. കൃഷ്ണനെ അറിയാമല്ലോ, ഒരു പ്രത്യേകതരം മനുഷ്യനാണ്, അല്ലേ? ഒരു പ്രത്യേകതരം ജീവിയാണ്, ദൈവമാണ് അദ്ദേഹം. രാധയുമായിട്ട് അഗാധമായ സ്നേഹത്തിലായിരുന്നു. ഒരുപക്ഷെ രാധയ്ക്ക് ഇങ്ങോട്ട് വളരെ പ്രകടമായ സ്നേഹമുണ്ടായിരുന്നു, കൃഷ്ണൻ അങ്ങോട്ട് കുറച്ചൊക്കെ പാസീവായിരുന്നു. അദ്ദേഹം വൃന്ദാവനത്തിൽ നിന്നൊക്കെ പോകുന്നതിന് ശേഷം കൂടുതൽ രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം തൻ്റെ സമയം ഏറെയും ചെലവഴിച്ചത്. കൗരവരുടെയും പാണ്ഡവരുടെയും പ്രശ്നത്തിൽ വളരെ ഗൗരവമായിട്ട് തന്നെ അദ്ദേഹം ഇടപെട്ടു. അദ്ദേഹത്തിൽ എന്താ പറയുക, ഭഗവത്ഗീത പോലൊരു വലിയ ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ നമുക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടോ രാധയൊക്കെ വിസ്മൃതിയിലേക്ക് പോയി. പക്ഷേ ഈ രാധയ്ക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പരിഹരിക്കാൻ. കൗരവരോ പാണ്ഡവരോ ആരും രാധയുടെ അടുത്ത് വന്നിട്ടില്ല. രാധയ്ക്ക് ഒരു പ്രശ്നവും, രാധയ്ക്ക് ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, അത് കൃഷ്ണനോടുള്ള തൻ്റെ വിരഹം മാത്രം. അതാണ് നമ്മൾ വിരഹം നോക്കുമ്പോൾ രാധയ്ക്കാണ് വിരഹം, കൃഷ്ണനല്ല വിരഹം. കാര്യം ഇതിനൊരു കാരണമുണ്ട്. കൃഷ്ണൻ കഠിനഹൃദയനായതുകൊണ്ടും രാധ തരളഹൃദയ ആയതുകൊണ്ടുമല്ല
ആ വ്യത്യാസം വന്നത്. അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നീട് കൃഷ്ണൻ തന്നെ അതിനൊരു മറുപടി, മനോഹരമായൊരു മറുപടി പറയുന്നുണ്ട്. രാധ മരിക്കാറാകുമ്പോൾ കൃഷ്ണൻ കാണാൻ വരും. രാധ കൃഷ്ണനേക്കാൾ പ്രായമുള്ള സ്ത്രീയാണ്. അവർ പ്രായം നോക്കാതെയുള്ള പ്രണയമാണ്. അപ്പോൾ രാധ മരിക്കാറാകുമ്പോൾ കൃഷ്ണൻ കാണാൻ വരും. അപ്പോൾ രാധ ചോദിച്ചു അത്രേ, എനിക്ക് അങ്ങയുടെ പുല്ലാങ്കുഴൽ വാദനം കേൾക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം പുല്ലാങ്കുഴൽ വായിച്ചു. അങ്ങനെയാണ് ആ പുല്ലാങ്കുഴൽ കേട്ടുകൊണ്ട് രാധ മരിച്ചു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. പക്ഷെ അതിനു മുമ്പ് രാധ ഒരു ചോദ്യം ചോദിച്ചു, അങ്ങ് എന്നെ വിവാഹം കഴിക്കാതിരുന്നത് എന്തുകൊണ്ട്? രാധ എന്നും ആഗ്രഹിച്ചിരുന്നത് കൃഷ്ണൻ തന്നെ വിവാഹം കഴിക്കണമെന്നായിരുന്നു. അത് രാധയുടെ നിതാന്തമായ ഒരു പ്രാർത്ഥനയായിരുന്നു. ഹൃദയത്തിൻ്റെ അടിത്തട്ടിലുള്ള ഒരു നീറുന്ന ഒരു ആഗ്രഹമായിരുന്നു അത്. എന്നെങ്കിലും കൃഷ്ണൻ എന്നെ വിവാഹം കഴിക്കും എന്ന് രാധ ഉറച്ച് വിശ്വസിച്ചിരുന്നു. മരണസമയമായപ്പോൾ ആ വിശ്വാസം ഇടിഞ്ഞുപോയി. രാധയ്ക്ക് അത് ചോദിക്കാതിരിക്കാൻ സാധിച്ചില്ല. ഒരുപക്ഷെ കൃഷ്ണൻ ആ ചോദ്യത്തിന് അതിനുള്ള മറുപടി കിട്ടിയാലേ രാധയ്ക്ക് എന്ത് കിട്ടൂ? മോചനം കിട്ടുള്ളൂ. ശരിക്കും രാധയുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ് കൃഷ്ണൻ അവിടെ എത്തുന്നത്. രാധ ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ട് എന്നെ വിവാഹം കഴിച്ചില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് നമുക്ക് ഒന്നാവാൻ സാധിച്ചില്ല എന്ന് ചോദിച്ചു. കൃഷ്ണൻ പറഞ്ഞു, രാധേ, നമ്മൾ ഒരിക്കലും രണ്ടായിരുന്നില്ല. നമ്മൾ ഒരിക്കലും രണ്ടാകാതിരുന്നത് കൊണ്ടാണ് എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ സാധിക്കാതെ പോയത്. നമ്മൾ എന്നും ഒന്നായിരുന്നു രാധേ. ഞാൻ തന്നെയാണ്, നിൻ്റെ വേദന എൻ്റെ വേദനയാണ്, നിൻ്റെ വിരഹം എൻ്റെ വിരഹമാണ്. നമ്മളൊരിക്കലും, നമുക്കിടയിൽ അതിർവരമ്പുകളില്ല. നീ അവസാനിക്കുന്നതും ഞാൻ ആരംഭിക്കുന്നതുമായ ഒരു ബിന്ദു ഇല്ല എന്നിൽ. നീയാണ് ഞാൻ രാധേ, നീയാണ് ഞാൻ. ഈ ഒരൊറ്റ വാചകത്തിൽ രാധ മോക്ഷം നേടിയിരിക്കണം. രാധയുടെ അതുവരെയുള്ള എല്ലാ വിരഹവേദനകളും, ആ ഹൃദയം നുറുങ്ങി ആ ജീവിതകാലം മുഴുവൻ കൊണ്ടു നടന്ന ആ വേദന, ആ ദുഃഖം, അതിതീവ്രമായ വിരഹദുഃഖം ഒരു വെണ്ണ പോലെ അലിഞ്ഞുപോയി. സൂര്യൻ ഉദിക്കുമ്പോൾ വെണ്ണ എപ്രകാരം അലിഞ്ഞു പോകുമോ, കൃഷ്ണൻ്റെ ഒറ്റ വാക്ക്, ഒരേ ഒരു വാക്ക്, ഒരുപക്ഷെ കൃഷ്ണൻ അവസാനത്തേക്ക് വെച്ചിരുന്ന വാക്കാണിത്. അതിനു മുമ്പ് രാധയോട് പറഞ്ഞാൽ രാധയ്ക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഒരു മനുഷ്യൻ വിട പറയാൻ നേരത്ത് അവൻ്റെ കാതിൽ ഓതി കൊടുക്കുന്ന ഒരു താരകാ മന്ത്രമായിരുന്നു അത്. രാധേ, നമ്മൾ രണ്ടായിരുന്നില്ല, നമ്മൾ എന്നും ഒന്നായിരുന്നു. ഈ ഒരൊറ്റ വാചകത്തിൽ രാധയുടെ ജീവിതം നിറവേറി. അങ്ങനെ കൃഷ്ണൻ ഒരു കണക്കും ബാക്കി വയ്ക്കാറില്ല. രാധയോടും കൃഷ്ണൻ തൻ്റെ എല്ലാം ഭദ്രമാക്കി. അദ്ദേഹം ചെയ്യാവുന്നതെല്ലാം അദ്ദേഹം ചെയ്തു. രാധയോട് അദ്ദേഹം നീതി പുലർത്തി. അപ്പം ഇതാണ് ഇവിടെ പറയുന്നത്. ആത്യന്തികമായി രണ്ടല്ലാത്തത് കൊണ്ട് ഒന്നിക്കാൻ സാധിക്കുകയില്ല. ഇപ്പം ആചാര്യസ്വാമികൾ പറയുന്നത് നിങ്ങൾ ആത്യന്തികമായി ഒന്നാണ് അല്ലേ? ഗംഗാജലത്തിലും ചണ്ടാലക്കൊടിയിലെ മലിനജലത്തിലും പ്രതിഫലിക്കുന്നത് ഒരേ സൂര്യൻ. എന്നാലോചിച്ച് നോക്കൂ. ഗംഗാജലത്തിലും ചണ്ടാലക്കൊടിയിലെ മലിനജലത്തിലും പ്രതിഫലിക്കുന്നത് ഒരേ സൂര്യനാണ്. സോഴ്സിൽ അതൊന്നാണ്. സത്തയിൽ ആ സൂര്യൻ ഒന്നാണ്. പക്ഷേ ചണ്ടാലക്കുടിയിലെ വെള്ളം മാത്രം എടുത്താൽ, ഗംഗയിലെ ജലം മാത്രം എടുത്താൽ രണ്ടും രണ്ടാണ്. ഇത്രയേ ഉള്ളൂ ആചാര്യസ്വാമികൾ ഉദ്ദേശിച്ചത്. നിങ്ങൾ ആ വെള്ളം മാത്രം എടുത്തു നോക്കിയാൽ അതിനൊരിക്കലും ഒന്നാവാൻ പറ്റില്ല. ഗംഗാജലം പരിശുദ്ധമായ ഗംഗാജലമാണ്. ചണ്ടാലക്കുടികളിലെ ഓടയിലെ ജലം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മലിനജലമായിരിക്കും. അപ്പോൾ മലിനജലമാണ്. ഗംഗയിലെ പരിശുദ്ധമായ ജലം പരിശുദ്ധമായ ജലമാണ്. അതിനകത്ത് പിന്നെ കൂടുതൽ തൊങ്ങലുകളൊന്നും ചേർക്കാതെ അദ്ദേഹം നേരിട്ട് പറയുന്നു. പക്ഷേ ഇതിൽ പ്രതിഫലിക്കുന്ന സൂര്യൻ ഇത് രണ്ടിനാലും സ്പർശിക്കപ്പെടുന്നില്ല. അതൊന്നു തന്നെയാണ്. ഇതാണ് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് കാരണങ്ങളാൽ ജീവന്മാർ എന്നും രണ്ടായിട്ട് തന്നെ നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് സ്നേഹിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, ലയിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സ്നേഹിക്കരുതെന്നില്ല. ഇത് അറിഞ്ഞുകൊണ്ട് വേണം സ്നേഹിക്കാൻ. ഈ സ്നേഹം എൻ്റെ പരമമായ യാഥാർത്ഥ്യമല്ല. പക്ഷേ നമ്മൾ ഒരു ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ പരസ്പരം ലയിക്കാനാവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് പരസ്പരം സഹായിച്ചും പൂരിപ്പിച്ചും. എന്താണ് പൂരണം എന്ന് പറയുന്നത്? മണ്ണാങ്കട്ടയും കരിയിലയും പോലെ വേണം നമ്മൾ ഭൂമിയിൽ ജീവിക്കാൻ. പാരസ്പര്യമാണത്. മനുഷ്യർക്കിടയിൽ ആ പാരസ്പര്യമാണ് സ്നേഹം എന്ന് പറയുന്നത്. മണ്ണാങ്കട്ടയും കരിയിലയും കൂടെ കാശിക്ക് പോയ കഥ എന്താണ്? രണ്ടുപേരും കാശിക്ക് പോയി. അപ്പോൾ മഴ പെയ്തു. മഴ പെയ്താൽ എന്ത് സംഭവിക്കും? മണ്ണാങ്കട്ട ഒലിച്ചു പോകും. അപ്പോൾ കരിയില വന്ന് മണ്ണാങ്കട്ടയെ മൂടി.
അപ്പോൾ മഴയിൽ നിന്ന് മണ്ണാങ്കട്ട രക്ഷപ്പെട്ടു. വീണ്ടും അവർ മുന്നോട്ട് പോയി. കൊടുങ്കാറ്റ് വന്നു. കരിയില പാറിപ്പോകണ്ടേ? മണ്ണാങ്കട്ട സമ്മതിച്ചില്ല. കരിയിലെ നിലത്ത് വെച്ച് മണ്ണാങ്കട്ട അതിന് മുകളിൽ കയറിയിരുന്നു. അപ്പോൾ കാറ്റിന് കരിയിലെ എടുത്തുകൊണ്ട് പോകാൻ സാധിച്ചില്ല. അങ്ങനെ അവർ രണ്ടുപേരും എവിടെ എത്തി? കാശിനാഥൻ്റെ സവിധത്തിലെത്തി. അതിനുശേഷമാണ് അവർക്ക് ലയിക്കാൻ പറ്റിയത്. പിന്നീട് എന്ത് ചെയ്തു? മണ്ണാങ്കട്ട എന്ത് ചെയ്തു? മണ്ണാങ്കട്ട ഗംഗയിൽ ലയിച്ചു. കരിയിലേക്ക് എന്തു പറ്റി? കരിയില മണികർണികയിൽ എരിഞ്ഞടങ്ങി. അവരുടെ ജീവിതം അവിടെ പൂർത്തിയായി. ഇതുപോലെയാണ് നമ്മൾ ഭൂമിയിൽ ജീവിക്കേണ്ടത്. പാരസ്പര്യത്തിലൂടെ ഈശ്വരനെ ലക്ഷ്യമാക്കി ജീവിക്കുക. കാശിയെ, എല്ലാ യാത്രയും കാശിയിലേക്ക്. നമ്മളുടെ ഓരോ ദിവസവും, നമ്മളുടെ ഓരോ ചുവടും, അല്ലേ, നമ്മൾ വയ്ക്കുന്ന ഓരോ ചുവടും നമ്മൾ അറിഞ്ഞോളൂ എവിടേക്കാണത്? കാശിയിലേക്കായിരിക്കണം, കാശിനാഥനിലേക്കായിരിക്കണം. അവൻ്റെ താരകാമന്ത്രം ശ്രവിക്കാനുള്ള യാത്രയാണ്. ഇപ്പോൾ മണ്ണാങ്കട്ടയ്ക്കും കരിയിലേക്കും പരസ്പരം പൂരിപ്പിക്കാനുണ്ട്. അങ്ങനെ ഒരു യാത്രയാണ്. സ്നേഹിക്കരുതെന്നല്ല അദ്ദേഹം, നമ്മുടെ ആചാര്യസ്വാമി ഒരിക്കലും അങ്ങനെ പറയില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കരുതെന്ന് പറയില്ല. നിങ്ങൾ അഗാധമായി സ്നേഹിക്കൂ, പക്ഷെ അറിഞ്ഞുകൊള്ളുക, ലയനം എവിടെയുള്ളൂ? ഈശ്വരനിൽ മാത്രം. നിങ്ങളുടെ ഏത് ദൈവത്തെ ഏത് പ്രകാരം നിങ്ങൾ ഭജിക്കുന്നുവോ അപ്രകാരം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും എന്നാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ഏത് പ്രകാരം വേണമെങ്കിലും നിങ്ങൾ ഭജിച്ചോളൂ. ഏത് പ്രകാരം വേണമെങ്കിലും നിങ്ങൾ കുട്ടിച്ചാത്തനെ ഭജിച്ചോളൂ, നിങ്ങൾ മഹാദേവനെ ഭജിച്ചോളൂ, നിങ്ങൾ ജഗദംബികയെ ഭജിച്ചോളൂ, നിങ്ങൾ കൃഷ്ണനെ ഭജിച്ചോളൂ, നിങ്ങൾ ഏത് രൂപത്തിൽ വേണേൽ ഭജിച്ചോളൂ. പണ്ടുണ്ടായിരുന്ന ദൈവം അപ്പോളോ, നിങ്ങൾ അപ്പോളോയെ ഭജിച്ചോളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ നിങ്ങളിലേക്ക് വന്ന് നിങ്ങളെ ഞാൻ എൻ്റെ സ്വന്തമാക്കും. നിങ്ങളെ ഞാൻ എന്നിൽ ലയിപ്പിക്കും. ഇവിടെ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ലയം, ഇവിടെ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അഭയം എന്ന് പറഞ്ഞ് തൻ്റെ വക്ഷസ് തുറന്നു പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ഈശ്വരൻ, നമ്മുടെ ദൈവം. ഭജ 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 ഗോവിന്ദം. നമ്മളെ ഭാഗവതത്തിലൊരു മനോഹരമായ കഥയില്ലേ, അത് നമ്മൾ മറന്നു പോകരുതാത്തതാണ്. എന്താണ് ആ കഥ? നമുക്കൊരു ഏകാന്തതയുണ്ട്, അല്ലേ? നമുക്കൊരു ഏകാഗ്രതയുണ്ട്. ആ ഏകാന്തതയിലേക്ക് ആർക്ക് മാത്രമേ പ്രവേശിക്കാൻ പറ്റൂ? എൻ്റെ ഏകാന്തതയിലേക്ക് എനിക്ക് മാത്രമേ പ്രവേശിക്കാൻ പറ്റൂ, അല്ലേ? എൻ്റെ ഏകാന്തതയിലേക്ക് എനിക്ക് മാത്രം പ്രവേശിക്കാൻ പറ്റൂ. നിങ്ങളുടെ ഏകാന്തതയിലേക്ക് നിങ്ങൾക്ക് മാത്രമേ പ്രവേശിക്കാൻ പറ്റൂ. കൂടിയല്ല മരിക്കുന്ന നേരത്തും, കൂടിയല്ല ജനിക്കുന്ന നേരത്തും. അപ്പോൾ മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തും നമ്മൾ എന്തല്ല? കൂടിയിട്ടല്ല. നമ്മൾക്കൊരു ഏകാന്തതയുണ്ട്. ആ ഏകാന്തതയിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഇപ്പൊ ഭാഗവതത്തിലെ ആ കഥ പറയുന്നത് എന്താണ്? പുരഞ്ജനോപാഖ്യാനം, അല്ലെ? പുരഞ്ജനന്റെ കഥ എന്താണ്? അദ്ദേഹത്തിന് ഒരു സുഹൃത്തുണ്ടായിരുന്നു. എന്തായിരുന്നു ആ സുഹൃത്തിന്റെ പേര്? അവിജ്ഞാത സഖ, അറിയപ്പെടാത്ത സുഹൃത്ത്. പുരഞ്ജനനും സുഹൃത്തും കൂടെ ഒരു യാത്ര പോയി. എന്തൊരു സർറിയലിസ്റ്റിക് സ്റ്റോറിയാണ്. ഇതുപോലൊന്നും ഈ ലോകത്തില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഖട്വാങ്കന്റെ കഥ കണ്ടു, പരീക്ഷത്തിനെ കണ്ടു. ഇപ്പൊ പുരഞ്ജനൻ. ഇതുപോലൊന്നും ലോക സാഹിത്യത്തിലില്ല ഇത്രയും അഗാധമായ കഥകൾ. പുരഞ്ജനനും അവിജ്ഞാത സഖാവും കൂടെ യാത്ര പോവുകയാണ്. അങ്ങനെ അവർ 9 ദ്വാരങ്ങളുള്ള ഒരു നഗരത്തിലെത്തി. അവിജ്ഞാത സഖാവിനെ നമ്മുടെ പുരഞ്ജനൻ മറന്നുപോയി. പുരഞ്ജനൻ മറ്റൊരു സ്ത്രീയെ കണ്ടു, പുരഞ്ജനി. അവൾക്ക് 5 തലയുള്ള സർപ്പമുണ്ട്, 10 സേവകരുണ്ട്, അസംഖ്യം പരിചാരകരുണ്ട്. അവളെ കണ്ട മാത്രയിൽ പുരഞ്ജനൻ പ്രണയബദ്ധനായി, വിവാഹം ചെയ്തു, അവളോടൊത്ത് ജീവിച്ചു, എല്ലാം മറന്ന് ജീവിച്ചു. അവൾ സന്തോഷിച്ചാൽ പുരഞ്ജനൻ സന്തോഷിക്കും, അവൾ ദുഃഖിച്ചാൽ പുരഞ്ജനൻ ദുഃഖിക്കും. അവളുടെ ചൊൽപ്പടിക്ക്, അവളുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം സകലതും ത്യജിച്ച് അവൾക്ക് വേണ്ടി മാത്രം പുരഞ്ജനൻ ജീവിച്ചു. അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ ചണ്ഡവേഗൻ എന്ന് പറയുന്ന ഒരു ഗന്ധർവൻ ആക്രമിച്ചു രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. ജരയും നരയും വന്ന് കീഴ്പ്പെടുത്തി, ഭയം വന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അങ്ങനെ പുരഞ്ജനൻ മരിക്കുന്നു, പുരഞ്ജനൻ കൊല്ലപ്പെടുന്നു, തൻ്റെ ജീവിതം പൂർത്തിയാക്കുന്നു. അപ്പോൾ തൻ്റെ ഭാര്യയെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ട് മരിച്ചത് കാരണം തുടർന്ന് അദ്ദേഹത്തിന് കിട്ടുന്നത് തന്നെ ഒരു സ്ത്രീ ശരീരമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ മരിക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടാൻ പോകുന്നതെന്ന് ഈ രീതിയിലൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ പുരഞ്ജനന് കിട്ടിയത് ഒരു സ്ത്രീ ശരീരം. വിദർഭയിലെ രാജകുമാരിയായിട്ട് ജനിച്ചു. മറ്റൊരു മലയധ്വജൻ എന്ന് പറയുന്ന ഒരു രാജാവിനെ വിവാഹം ചെയ്തു. അദ്ദേഹം വാനപ്രസ്ഥത്തിന് പോയി.
അവിടെ വെച്ച് ചിതയൊരുക്കി. അവിടെ വെച്ച് അദ്ദേഹം വാർദ്ധക്യത്തിലെത്തി. അദ്ദേഹം മരിക്കുകയാണ്. തൻ്റെ ഭർത്താവ് മരിച്ചതിൽ അഗാധമായ ദുഃഖിതയായ വിദർഭയിലെ രാജകുമാരി എന്ത് ചെയ്തു? അവൾക്കുള്ള സ്വന്തം ചിതയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നു. അങ്ങനെ ഒരുങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? എവിടെ നിന്നോ ഒരു മനുഷ്യൻ, അല്ലേ, ഒരു മനുഷ്യൻ വരുന്നു, കടന്നു വന്നു. അവളെ തടഞ്ഞിട്ട് പറഞ്ഞു, നീ എന്താണ് ഈ ചെയ്യുന്നത്? എന്നെ ഓർമ്മയുണ്ടോ? ഞാനാണ് നിൻ്റെ അവിജ്ഞാത സഖാവ്, അറിയപ്പെടാത്ത സുഹൃത്ത്. നീ എന്നെ മറന്നിട്ട് യാത്ര ചെയ്തു. ഞാനും നീ ഒരുമിച്ചായിരുന്നില്ലേ യാത്ര? നമ്മുടെ യാത്ര ഒരുമിച്ചായിരുന്നു. പക്ഷേ നീ എന്നെ കൈവിട്ടു, നീ എന്നെ മറന്നുപോയി. ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു, പക്ഷെ നീ എന്നെ നോക്കിയില്ല, നീ എന്നെ അറിഞ്ഞില്ല, നീ എന്നെ കേട്ടില്ല. നീ നിൻ്റെ ഭാര്യയോടൊപ്പം സുഖമായി ജീവിച്ചു. നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ ജീവിച്ചു. ജരയും നരയും നിന്നെ ആക്രമിക്കുമ്പോഴും അതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് ഭാര്യയോടൊത്ത് സുഖമായി ജീവിച്ചു. ഒടുവിൽ ദയനീയമായിട്ട് മരിച്ചു. ഭയം വന്ന് നിന്നെ കീഴടക്കി. ദിനരാത്രങ്ങൾ വന്ന് നിന്റെ യൗവനത്തെ ചോർത്തിക്കളഞ്ഞു, കവർന്നെടുത്തു. ഒടുവിൽ ശരീരം ജീർണിച്ച് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. വീണ്ടും നീ ജനിച്ചു സ്ത്രീയായിട്ട്. അപ്പോഴും നീ എന്നെ ഓർത്തില്ല. എന്നിട്ട് അവസാനം എന്തുണ്ടായി? തൻ്റെ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കാൻ പോകുന്നു. അപ്പോഴും നീ എന്നെ ഓർക്കുന്നില്ല. നോക്കൂ, നീ സ്ത്രീയല്ല, നീ പുരുഷനല്ല, നീ ശരീരമല്ല, നീ ആത്മാവാണ്. നിനക്കൊരേ ഒരു സഖാവേ ഉള്ളൂ ഈ ലോകത്ത്. നിനക്ക് ഒരേ ഒരു സുഹൃത്തേ ഉള്ളൂ ഈ ലോകത്ത്. അത് അവിജ്ഞാത സഖാവായ ഈ ഞാൻ തന്നെ എന്ന് പറയുന്ന അതിമനോഹരമായൊരു ഏടാണ് പുരഞ്ജനോപാഖ്യാനം. അപ്പം എന്താണ് പറയുന്നത്? നമ്മുടെ ആ എലോൺനെസ് ഉണ്ട്, നമ്മുടെ ഉള്ളിലൊരു ഏകാന്തതയുണ്ട്. അവിടേക്ക് നമ്മളോടൊപ്പം വരാൻ നമ്മളുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ കുട്ടികൾക്കോ സുഹൃത്തുക്കൾക്കോ ഗുരുക്കന്മാർക്കോ ആരും സാധിക്കില്ല. ആർക്കേ പറ്റൂ? ഈശ്വരന് മാത്രമേ അവിടേക്ക് പ്രവേശിക്കാൻ പറ്റൂ. നമ്മുടെ ഹൃദയത്തിൻ്റെ ശ്രീകോവിലാണ് ആ ഏകാന്തത. അത് നമുക്ക് പ്രപഞ്ചം നൽകിയിരിക്കുന്ന ഒരു അംഗീകാരമായിട്ട് എടുക്കണം കേട്ടോ. അല്ലാണ്ട് ഞാൻ ഏകനാണെന്നും പറഞ്ഞ് ദുഃഖിച്ചിരിക്കാനല്ല അത് തന്നിരിക്കുന്നത്. നമുക്ക് ആ ഏകാന്തമായ ഇടം തന്നിരിക്കുന്നത് ഞാൻ ഏകനാണല്ലോ എന്ന് വിചാരിച്ച് ദുഃഖിച്ചിരിക്കാനല്ല. അത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന അംഗീകാരമാണ്, പ്രപഞ്ചം നൽകിയിരിക്കുന്ന അംഗീകാരമാണ്. അവിടേക്ക് പ്രവേശിക്കാൻ പുറത്തുനിന്ന് ആർക്ക് സാധിക്കുകയില്ല. അവിടേക്ക് വരാൻ നിങ്ങൾക്ക് മാത്രമുള്ള ഇടമാണ്. അവിടേക്ക് കടന്നു വരൂ. നിങ്ങളുടെ ശ്രീകോവിലാണ്, നിങ്ങളുടെ പ്രിയപ്പെട്ട നിങ്ങളെ കാത്തിരിക്കുന്ന ശ്രീകോവിലാണ്. അവിടെ ഒരാൾ വന്നാൽ അത് ആർക്കേ പറ്റൂ? നിങ്ങളുടെ അവിജ്ഞാതനായ സഖാവ്, നിങ്ങളുടെ പേരറിയാത്ത ആ സുഹൃത്ത്. ദുഃഖം വരുമ്പോൾ, ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുമ്പോൾ നിങ്ങളെ തോളിലേറ്റി നടക്കുന്ന ആ സ്നേഹം, പരമമായ ആ കാരുണ്യം, അതാരുടേതാണ്? ഭഗവാന്റേതാണ്. ഏതേത് രൂപത്തിൽ ഞാൻ ഭജിക്കുന്നുവോ അതാത് രൂപത്തിൽ എൻ്റെ അരികിലേക്ക് വന്ന് എന്നെ മോചിപ്പിക്കുന്ന എൻ്റെ ഭഗവാന്റേതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മുഠമതേ. ആ അവിജ്ഞാത സഖാവിനായിക്കൊണ്ട് മാത്രം, അവനിൽ മാത്രമേ നമുക്ക് സാന്ത്വനമുള്ളൂ. ആ സ്ത്രീയിൽ, ആ നമ്മൾ കണ്ട സുന്ദരിയായ സ്ത്രീയില്ലേ, അവളുടെ 5 തലയുള്ള സർപ്പമില്ലേ, അവളുടെ 10 പരിചാരകരില്ലേ, അനുയായികളായ 100 കണക്കിന് പേരില്ലേ, അവരാർക്കും നമ്മളെ രക്ഷിക്കാനോ സ്നേഹിക്കാനോ പറ്റില്ല. നമ്മളെ രക്ഷിക്കാനും സ്നേഹിക്കാനും ആരേ ഉള്ളൂ? അവിജ്ഞാത സഖാവ്, നമ്മളുടെ അജ്ഞാതനായ ആ സുഹൃത്ത്, പേരില്ലാത്ത ആ സുഹൃത്ത്. അതായത് നിങ്ങൾക്കൊരു ബ്ലാങ്കാണ് തന്നിരിക്കുന്നത്. ആ ബ്ലാങ്കിൽ നിങ്ങൾക്ക് എന്തു പേരും എഴുതാം. ശിവൻ ശരിയാണ്, കാളി ശരിയാണ്, കൃഷ്ണൻ ശരിയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരെഴുതൂ. പക്ഷേ അത് ആ അവിജ്ഞാത സഖാവാണ്, ആ അവിജ്ഞാതനായ സുഹൃത്താണ്, നിങ്ങളുടെ ആത്മസുഹൃത്താണത്. കാത്തിരിക്കുകയാണ്. ഏത് പേര് വേണേ ഇട്ട് വിളിച്ചോ. പുരുഷ ദൈവമോ സ്ത്രീ ദൈവമോ എന്ത് വേണമെങ്കിലും ഇട്ട് വിളിച്ചോളൂ. ഞാൻ ഇതാ നിനക്ക് സമീപസ്ഥനാണ്, നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. നീ എനിക്കൊരു രൂപം പറയൂ, ഞാൻ അങ്ങനെ വരാം. നിനക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഞാൻ വരാം. നിന്നെ പേടിപ്പിക്കുകയില്ല, നിന്നെ സ്നേഹിക്കുക. നിനക്ക് ഇഷ്ടമുള്ള രൂപം പറയൂ. നിനക്ക് ശിവനെ കാണണോ? കണ്ടോളൂ. നിനക്ക് അമ്മയെ കാളിയെ കാണണോ? ദാ കണ്ടോളൂ. നിനക്ക് മഹാവിഷ്ണുവിനെ കാണണോ? വിശ്വരൂപം കാണണോ? ദാ കണ്ടോളൂ. ഇങ്ങനെ പറയാൻ ഒരാൾക്കേ സാധിക്കൂ. ഇതാണ് മനുഷ്യനും ജീവനും ഈശ്വരനും തമ്മിലുള്ള പവിത്രമായ ബന്ധമാണിത്, പരിശുദ്ധമായ ബന്ധമാണിത്. എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നമ്മളെ കരകയറ്റുന്ന ഒരേ ഒരു ബന്ധവും ബാന്ധവവും അതുമാത്രം. ഭജഗോവിന്ദം ഭജഗോവിന്ദം
ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും സമയമാണ്. നമ്മൾക്ക് ഇന്നത്തേക്ക് ഇത്രമാത്രം.